ദൈവസാന്നിധ്യത്തിൻ്റെ പൂർണ്ണ നിറവ് അനുഭവിക്കാൻ സർവശക്തനായ ദൈവം നമുക്ക് ഓരോരുത്തർക്കും തന്നിരിക്കുന്ന ഈ നല്ല അവസരത്തിനായി ഞാൻ നിറഞ്ഞ മനസ്സോടെ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു. താല്പര്യത്തോടും പ്രാർത്ഥനയോടും പ്രതീക്ഷയോടും കൂടെ ഈ കൂട്ടായ്മയിലായിരിക്കുന്ന എല്ലാ ദൈവമക്കളോടും പരിശുദ്ധാത്മാവ് എന്നും എന്ന പോലെ ഇന്നും സംസാരിക്കട്ടെ. ദൈവത്തിൻ്റെ അത്യത്ഭുതമായ സാന്നിധ്യമാണ് മീറ്റിങ്ങിൻ്റെ ആരംഭം മുതൽ തന്നെ നാം ഓരോരുത്തരും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ റെക്കോർഡിങ്ങിന് ശേഷമാണേലും ഞങ്ങളെ കാണുന്ന ദൈവമക്കൾക്കും തുടർന്നും എടുക്കുന്ന തിരുവെഴുത്തിനകത്ത് നിന്ന് ഓരോരുത്തരും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന അതേ സാന്നിധ്യം അനുഭവിക്കാൻ സർവശക്തനായ ദൈവം സഹായിക്കട്ടെ, കൃപ നൽകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. തുടർമാനമായി നടത്തി വരുന്ന 2 നേരത്തെയും ശുശ്രൂഷകൾ നിങ്ങൾക്കെല്ലാവർക്കും അനുഗ്രഹമാകുന്നു. രാവിലെ 6:30 മണിക്കും വൈകിട്ട് 6:30 മണിക്കുമുള്ള ഇതിനകത്തുള്ള ദൈവവചന സന്ദേശങ്ങൾ അനേകരെ സ്പർശിക്കുന്നു, സൗഖ്യമാക്കുന്നു, വിടുവിക്കുന്നു. അവരുടെ ജീവിതങ്ങളെ ക്രിസ്തുവിങ്കലേക്ക് തിരിക്കുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവ് അതൊക്കെ ഉപയോഗിക്കുന്നു. നിങ്ങൾക്കും ഞങ്ങളുടെ ആ കൂട്ടായ്മയിൽ പങ്കുചേരാം. എല്ലാ ദിവസവും നടക്കുന്ന ഞങ്ങളുടെ മീറ്റിങ്ങിൽ നിങ്ങളും പങ്കുചേർന്നാട്ടെ. ആദ്യമായിട്ടാണ് ഞങ്ങളെ കാണുന്നതെങ്കിൽ പങ്കുചേർന്നാട്ടെ. ഒരുപാട് പുതിയ ആൾക്കാർ ഈ വീഡിയോസ് കാണാൻ നിങ്ങൾ കാരണമാകുന്നുണ്ട്. കാരണം നിങ്ങൾ ഷെയർ ചെയ്യുന്നു, നിങ്ങൾ അവരോട് അറിയിക്കുന്നു, നിങ്ങൾ അവരെ വിളിക്കുന്നു, നിങ്ങൾ അവരെ റിമൈൻഡ് ചെയ്യുന്നു, നിങ്ങൾ അവർക്ക് ലിങ്കും അയച്ചു കൊടുത്ത് പ്രോത്സാഹിപ്പിക്കുന്നു, നിങ്ങൾ ഞങ്ങളുടെ നമ്പർ കൊടുത്ത് അവരെ വിളിച്ച് പ്രാർത്ഥിപ്പിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും പങ്കാളിത്തം ഈ കുടുംബത്തിൻ്റെ ഒരുമിച്ചുള്ള പ്രാർത്ഥന, നമ്മൾ ഒരുമിച്ച്, അതാ ഞാൻ കുടുംബം എന്ന് പറഞ്ഞു, കുടുംബത്തിൻ്റെ ഒരുമിച്ചുള്ള പ്രാർത്ഥന, സഹകരണങ്ങൾ, ഇതെല്ലാമാണ് ഓരോ ദിവസവും ഈ പ്ലാറ്റ്ഫോം മുമ്പോട്ട് പോകാൻ കർത്താവ് സഹായിക്കുന്നത്. നിങ്ങളെല്ലാവരും താല്പര്യത്തോടെ ഇരിക്കുന്നത് കൊണ്ട് തന്നെ ദൈവം അതിലേറെ താല്പര്യത്തോടെ നമ്മുടെ ഈ കൂട്ടായ്മയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. സൗഖ്യമാക്കുന്ന കർത്താവിൻ്റെ കരം ഉള്ളതുകൊണ്ട് പലരും സൗഖ്യമാകുന്നു. ആശ്വസിപ്പിക്കുന്ന കർത്താവിൻ്റെ സാന്നിധ്യം ഉള്ളതുകൊണ്ട് എല്ലാവർക്കും സമാധാനം ഉണ്ടാകുന്നു. പരിശുദ്ധാത്മാവിൻ്റെ വലിയ കൃപ ഇന്ന് നമ്മുടെ മധ്യേ പകരട്ടെ. നമുക്ക് നേരെ ദൈവവചനത്തിലേക്ക് പ്രവേശിക്കാം. ഈ കൂട്ടായ്മയിൽ കൂടി വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ഹാർദവമായ സ്വാഗതം ചൊല്ലുന്നു. കർത്താവിൻ്റെ കൃപയിലേക്ക് നമുക്ക് ഒരുമിച്ച് വീണ്ടും അല്പസമയം കൂടെ തുടരാം. അതിന് ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. ഈ മീറ്റിംഗ്സ് ആർക്കെങ്കിലുമൊക്കെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുന്നവരാണെങ്കിൽ നിങ്ങൾ അത് ചെയ്യണമേ എന്നും കൂടെ ഞാൻ ഈ സമയം ഓർമ്മിപ്പിക്കുന്നു. കർത്താവ് നിങ്ങളെ ബലപ്പെടുത്തും. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി വളരെ വലിയൊരു ചിന്തയാണ്. കാരണം ക്രിസ്തീയ ജീവിതത്തിൽ എൻ്റെ ലാംഗ്വേജിൽ പറഞ്ഞാൽ എല്ലാ ദിവസവും ചെയ്യേണ്ട കാര്യമാണിത്. സ്വയം നമ്മോട് ചോദ്യങ്ങൾ ചോദിക്കണം. നമ്മളെപ്പോഴും കർത്താവിനോട് ചോദ്യങ്ങൾ ചോദിക്കുന്നവരാണ്. എന്നാൽ ഇന്ന് നാം ചിന്തിക്കുന്നത് നമ്മൾ നമ്മോട് തന്നെ ചോദിക്കേണ്ട ചോദ്യം. ഈ പൊതുവെ ഒരു വർത്തമാനമുണ്ട്, നാട്ടുവർത്തമാനമുണ്ട്, ഒത്തിരി ചോദ്യങ്ങൾ ഭയങ്കര ബുദ്ധിമാന്മാരാണെന്ന്. പൊതുവെ നമ്മൾ കേട്ടിട്ടില്ലേ, പിള്ളേരെ ഒന്നും ചോദ്യം ചോദിക്കുമ്പോൾ നിങ്ങൾ ഉത്തരം അറിഞ്ഞുകൂടെങ്കിൽ കണ്ണുരുട്ടി പേടിപ്പിക്കരുത്. അറിയാമെങ്കിൽ പറഞ്ഞു കൊടുക്കുക, അറിയത്തില്ലെങ്കിൽ കണ്ണുരുട്ടി പേടിപ്പിക്കുകയല്ല ചെയ്യേണ്ട. മക്കളെ, അറിയാവുന്ന ആരോടെങ്കിലും ചോദിക്കണേ എന്ന് പറയുക. നമുക്ക് അറിഞ്ഞൂടാന്ന് പറഞ്ഞാൽ നമ്മൾ അവരെ മുമ്പിൽ ചെറുതാകുമെന്നുള്ള ഈഗോയൊന്നും വേണ്ട. മക്കൾ നമ്മുടേതാണ്. എന്നാൽ ഇവിടെ ഒത്തിരി ചോദ്യം ചോദിക്കുന്ന പിള്ളേർ ഭയങ്കരമായിട്ട് അവർ ഭയങ്കരമായിട്ട് പ്രയോജനപ്പെടും എന്നാണ് പറയപ്പെടുന്നത്. സത്യമാണ്, പ്രയോജനപ്പെടും. കാരണം അവർക്ക് അത്രയും സംശയങ്ങൾ അവരുടെ ബ്രെയിനിൽ ഉണ്ടാകുന്നു എന്നുണ്ടെങ്കിൽ അവർക്ക് ഒത്തിരി അറിവ് നേടാനുള്ള താല്പര്യം അവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ അവർ അറിവുകൾ തേടി അവർ ഏറ്റവും നല്ല നിലയിൽ അവരെത്തും എന്നുള്ള കാര്യം തർക്കമില്ലാത്ത കാര്യമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ചോദ്യം ചോദിക്കാൻ വിദഗ്ധരാണ് കർത്താവിനോട്. എന്നാൽ തിരിച്ച് നമ്മളോട് ചില ചോദ്യങ്ങൾ ചോദിച്ചാൽ വളരും എന്നുള്ളതാണ് ആത്മീയ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു രഹസ്യം എന്ന് പറയുന്നത്. ആത്മീയ ജീവിതത്തിൽ വളരാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നാം നമ്മോട് ചോദ്യങ്ങൾ ചോദിക്കാൻ കൂടെ തയ്യാറാകുക. നമ്മോട് ചോദ്യങ്ങൾ ചോദിക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ നിശ്ചയമായിട്ടും നമുക്ക് വളരാൻ, ആത്മീയ ജീവിതത്തിൽ വളരാൻ സാധിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഞാൻ എന്തുകൊണ്ട് ഈ കുടുംബത്തോട് ഞാനിത് പറയുന്നുവെന്ന് ചോദിച്ചാൽ,
നമ്മുടെ ഈ ഗ്രൂപ്പിലുള്ള എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തർക്കും ആത്മീയമായി വളരാൻ ഒത്തിരി ആഗ്രഹമുള്ള ദൈവമക്കളാണ്. ഞാൻ അത്രയ്ക്ക് ഉറപ്പിച്ച് പറയാൻ കാരണം, എന്നെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന പലരും ആത്മീയ അഭിവൃദ്ധിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട്. ഭൗതിക അഭിവൃദ്ധിക്ക് വേണ്ടി മാത്രമല്ല, പുറമേയുള്ള കാര്യങ്ങളുടെ വിടുതലിനല്ല, ആത്മീയ അഭിവൃദ്ധിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ കുറച്ചധികം താല്പര്യം കൂടുതൽ കാണിക്കാറുമുണ്ട്. മറ്റതിന് താല്പര്യം കുറവെന്നല്ല. മെസ്സേജ് തീരുമ്പം ആരും വിളിച്ച് എന്നെ വഴക്ക് പറയരുത്, എല്ലാവരും ഒരുപോലെ തന്നെയാണ്. പക്ഷേ ആത്മീയ അഭിവൃദ്ധിക്ക് വേണ്ടി എന്തുകൊണ്ട് പ്രാർത്ഥിക്കാൻ എനിക്ക് കർത്താവ് കൂടുതൽ പ്രേരണ തരുന്നു എന്ന് ചോദിച്ചാൽ, ഞാൻ അങ്ങനത്തെ ഒരവസ്ഥയിൽ ഒറ്റയ്ക്ക് തുഴഞ്ഞൊരു മനുഷ്യനാണ്. ആത്മീയമായി എന്നെ ഉയർത്താനോ വളർത്താനോ പ്രചോദിപ്പിക്കാനോ എന്നെ കയറ്റിക്കൊണ്ടുവരാനോ ആരുമില്ലാതെ ദൈവം മാത്രം ഉണ്ടായിരുന്ന, ഇപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് ഈ ആത്മീയമായി വളരണമെന്ന ആഗ്രഹം ഉള്ളപ്പോഴും അതിനനുവദിക്കാതെ വ്യാപരിക്കുന്ന വേറെ ഒരു നിയമം നമുക്കെതിരെ നമ്മളുമായിട്ടുള്ള ഒരു മല്ലയുദ്ധം വ്യക്തമായി അനുഭവിച്ചിട്ടുള്ള ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് ആത്മീയ അഭിവൃദ്ധി എന്നതും ആത്മീയ വളർച്ച എന്നതും ഒരിക്കലും ഈസിയായിട്ട് നമുക്ക് നേടാൻ കഴിയുന്ന ഒരു കാര്യമല്ലെന്ന് എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് ബോധ്യമുള്ളത് കൊണ്ട് അതിനു വേണ്ടി കരയുന്ന, ബുദ്ധിമുട്ടുന്ന, സഫർ ചെയ്യുന്ന വ്യക്തികളെ എനിക്ക് പ്രത്യേകിച്ച് അറിയാൻ പറ്റും. അവരുടെ വേദന പെട്ടെന്ന് എനിക്ക് ഗ്രാസ്പ് ചെയ്യാനായിട്ട് കഴിയും. അതുകൊണ്ട് ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കുറച്ച് കൂടുതൽ സമയം എടുക്കാറുണ്ട്, താല്പര്യം കാണിക്കാറുണ്ട്. എൻ്റെ ദൈവമക്കളെ, എനിക്കിന്ന് നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം, നിങ്ങളുടെ ജീവിതത്തിൽ ആത്മീയ അഭിവൃദ്ധി നിങ്ങൾക്കുണ്ടാകണമെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഉയർച്ച നിങ്ങൾക്കുണ്ടാകണമെങ്കിൽ, ഏതു നിലയിലുള്ള ഒരു വളർച്ചയും നിങ്ങൾക്കുണ്ടാകണമെങ്കിൽ, നിങ്ങൾക്ക് ആത്മാവുമായിട്ടുള്ള ഒരു കൂട്ടായ്മ ഉണ്ടാവണം. ആത്മാവുമായിട്ടുള്ളൊരു കൂട്ടായ്മ ഉണ്ടാവണം. നമ്മൾ ആ ഭാഗമാണ് ഇന്ന് വായിക്കാനായിട്ട് ദൈവകൃപയിൽ ശരണപ്പെടുന്നത്. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാമത്തെ അധ്യായം. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാമത്തെ അധ്യായം 1-2 വാക്യങ്ങൾ. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാമത്തെ അധ്യായം 1-2 വാക്യങ്ങൾ. ക്രിസ്തുവിൽ വല്ല പ്രബോധനവും ഉണ്ടെങ്കിൽ, സ്നേഹത്തിൻ്റെ വല്ല ആശ്വാസവും ഉണ്ടെങ്കിൽ, ആത്മാവിൻ്റെ വല്ല കൂട്ടായ്മയും ഉണ്ടെങ്കിൽ, വല്ല ആർദ്രതയും മനസ്സലിവും ഉണ്ടെങ്കിൽ, നിങ്ങൾ ഏക മനസ്സുള്ളവരായി ഏക സ്നേഹം പൂണ്ട് ഐകമത്യപ്പെട്ട് ഏകഭാവമുള്ളവരായി ഇങ്ങനെ എൻ്റെ സന്തോഷം പൂർണ്ണമാക്കുവിൻ. പൗലോസിൻ്റെ സന്തോഷത്തിന് വേണ്ടിയിട്ടാണോ ശരിക്കും പറഞ്ഞാൽ ഫിലിപ്പിയർക്ക് താൻ ലേഖനം എഴുതിയത്? അല്ല. ദൈവത്തിൻ്റെ സന്തോഷം പൂർണ്ണമാകണമെന്നുണ്ടെങ്കിൽ പൗലോസ് പറയുന്ന ഈ കാര്യങ്ങളെ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മളൊന്ന് കോപ്പി ചെയ്യണം, അല്ലെങ്കിൽ നമ്മളൊന്ന് അതിൽ നിന്ന് എടുത്ത് ഈ ചോദ്യം എൻ്റെ ജീവിതത്തിൽ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കണം. എവിടെയെങ്കിലും സോൾവ് ആകാത്ത ചില പ്രശ്നങ്ങൾ ഈ സംഭവം അപ്ലൈ ചെയ്യുമ്പോൾ വന്ന് കിടപ്പുണ്ടെങ്കിൽ ആ പ്രോബ്ലം നമ്മൾ ഇന്ന് ഫിക്സ് ചെയ്യണം. കാരണം ഇവിടെ പറയുന്ന പൂർണ്ണ മനസ്സ്, സന്തോഷം, പിന്നെ എന്നാ പറയുന്നത്, ഐക്യം, ഇതെല്ലാം കിടക്കുന്നത് പൗലോസ് മോളിൽ ചോദിച്ചേക്കുന്ന ചില ചോദ്യങ്ങൾക്കകത്താണ്. ഐക്യം, ഏകമനസ്സ്, സന്തോഷം, ഇതൊക്കെ കിടക്കുന്നത് പൗലോസ് മോളിൽ തുടക്കത്തിൽ 1-ാമത്തെ വാക്യത്തിൽ ചോദിച്ചിട്ടേക്കുന്ന ചോദ്യത്തിനകത്താണ്. വീടിനകത്തുള്ള ഐക്യം, സഭയ്ക്കകത്തുള്ള ഐക്യം, വർക്ക് പ്ലേസിലുള്ള ഐക്യം, നിങ്ങളുടെ മനസ്സിൻ്റെ സമാധാനം, നിങ്ങളുടെ ജീവിതത്തിൻ്റെ സന്തോഷം, നിങ്ങളുടെ സ്പിരിച്വൽ ലൈഫിലുള്ള യൂണിറ്റി, ദൈവവുമായിട്ടുള്ള ബന്ധം, പ്രാർത്ഥനാ ജീവിതത്തിലുള്ള സ്ഥിരത, ഇതെല്ലാം കിടക്കുന്നത് പൗലോസ് മുകളിൽ ചോദിച്ചിട്ടേക്കുന്ന ചോദ്യം തന്നെയാണ്. ആ ചോദ്യം
നമ്മുടെ ലൈഫിലേക്ക് ഒന്ന് ചോദിച്ചിട്ടാൽ, ചോദ്യം ചോദിക്കുന്നവൻ നിശ്ചയമായിട്ടും ഉത്തരം എന്ത് എന്ന ആഗ്രഹമുള്ളതുകൊണ്ട് മാത്രം, അറിയാനുള്ള ആഗ്രഹം കൊണ്ടാണ് ചോദിക്കുന്നത്. ശരിയല്ലേ? നമ്മുടെ മക്കൾ നമ്മുടെ അടുത്ത് വന്നൊരു ചോദ്യം ചോദിക്കും. ഇയാൾ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും ഒന്ന് ചോദിച്ചു കളയാം എന്ന് പറഞ്ഞല്ല അവർ ചോദിക്കുന്നത്. അവരുടെ ചോദ്യത്തിൻ്റെ പിന്നിൽ അവർക്ക് ഉത്തരം കിട്ടണം എന്ന ആഗ്രഹമുണ്ട്. ഈ വാക്കിനകത്ത് തന്നെ എനിക്കൊരു പ്രവചനം നിങ്ങളോട് കൈമാറാൻ കഴിയും. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഒരിക്കലും ദൈവത്തോട് ചോദ്യം ചോദിച്ചത് അയാൾക്ക് സൗകര്യമുണ്ടെങ്കിൽ പറയട്ടെ എന്ന് വിചാരിച്ചല്ല. നിങ്ങളെല്ലാവരും ചോദ്യങ്ങൾ ദൈവത്തോട് ചോദിച്ചിരിക്കുന്നത് ഉത്തരം കിട്ടണം എന്ന ആഗ്രഹത്തോടെയാണ്. അങ്ങനെ ഉത്തരം കിട്ടാത്ത ഏതെങ്കിലും ഒരു ചോദ്യം നിങ്ങളുടെ ജീവിതത്തിൽ ബാലൻസ് നിൽക്കുന്നുണ്ടെങ്കിൽ, സർവശക്തനായ ദൈവം ഇന്നത്തെ സന്ദേശത്തോടുകൂടെ നിങ്ങൾക്ക് മറുപടി നൽകി നിങ്ങളുടെ തലയെ ഉയർത്തട്ടെ, നിങ്ങളെ മാനിക്കട്ടെ. എന്താണ് ചോദ്യം? ക്രിസ്തുവിൽ വല്ല പ്രബോധനവും ഉണ്ടെങ്കിൽ, സ്നേഹത്തിൻ്റെ വല്ല ആശ്വാസവും ഉണ്ടെങ്കിൽ, ആത്മാവിൻ്റെ വല്ല കൂട്ടായ്മയും ഉണ്ടെങ്കിൽ, വല്ല ആർദ്രതയും മനസ്സലിവും ഉണ്ടെങ്കിൽ. ഇത്രയും കാര്യങ്ങളാണ് ചോദ്യങ്ങളായിട്ട് നമ്മുടെ മുമ്പിൽ കിടക്കുന്നത്. 4 തരത്തിൽ ഉള്ള ചോദ്യങ്ങൾ. 4 തരത്തിലുള്ള ചോദ്യങ്ങൾ. ഒന്ന്, എനിക്ക് ക്രിസ്തുവിൽ വല്ല പ്രബോധനവും ഉണ്ടോ? സോ ഇഫ് there is any encouragement in Christ. വാക്യത്തിൽ എൻകറേജ്മെൻ്റ് എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. മലയാളത്തിൽ പ്രബോധനമെന്ന് പറയുന്നു. ആത്മീയ ജീവിതത്തിൽ എൻകറേജ്മെൻറ്റുകളാണ് നമ്മളെ എൻകറേജ് ചെയ്യുന്ന എന്തെങ്കിലും ഒന്ന് ഉണ്ടെങ്കിലാണ് നമുക്കൊക്കെ ക്രിസ്തീയ ജീവിതത്തിലാണെങ്കിലും കുടുംബത്തിലാണെങ്കിലും ലൈഫിലാണെങ്കിലും നമുക്കൊരു എൻജോയ്മെൻ്റ് ഉള്ളൂ. ശരിയല്ലേ? നമ്മെ എൻകറേജ് ചെയ്യുന്ന എന്തെങ്കിലും ഒന്ന് ഉണ്ടെങ്കിൽ നമുക്കൊരു എൻജോയ്മെൻ്റ് ആയിരിക്കും. ഇപ്പോൾ ഈ വചനത്തിനകത്ത് നിന്ന് നമുക്ക് ദൈവം തരുന്നൊരാശയം ഇതാണ്: ക്രിസ്തീയ ജീവിതത്തിനകത്ത് മടുപ്പുകൾ ഉണ്ടാകുന്നത് പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടാത്തത് കൊണ്ടല്ല. നമ്മളത് ഇന്ന് ആ സത്യം തിരിച്ചറിയണം. പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് ക്രിസ്തീയ ജീവിതത്തിൽ ഒരു സന്തോഷവും ഒരു നിലനിൽപ്പും ഒക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ, നാളെ പ്രശ്നങ്ങൾ ഉണ്ടാകണം എന്നാണ് നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ആഗ്രഹിക്കുന്നത്. ശരിയല്ലേ? പ്രാർത്ഥന വിഷയങ്ങൾ ഉണ്ടാകുന്നത് എപ്പോഴാണ്? വിഷയം ഉണ്ടാകുമ്പോഴാണ് പ്രാർത്ഥനയ്ക്ക് ആവശ്യം ഉണ്ടാകുന്നത്. അപ്പം നാളെ ഒരു വിഷയം ഉണ്ടാകണം. ഇതാണ് അറിഞ്ഞോ അറിയാതെയോ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടുന്നത് കൊണ്ടാണ് ഞാൻ ആത്മീയ ജീവിതത്തിൽ നിൽക്കുന്നത്, ഇയാളുടെ മെസ്സേജ് കേൾക്കുന്നത്, അല്ലെങ്കിൽ ഇയാളെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ ക്രിസ്തീയ ജീവിതത്തിൽ ഉറച്ചു നിൽക്കുന്നതെന്നാണ് നിങ്ങൾ കരുതുന്നത്. എന്നാൽ പൗലോസിനെ സംബന്ധിച്ച് പറയുന്നതും താൻ പ്രവർത്തിക്കുന്നതും താൻ പഠിപ്പിക്കുന്നതും താൻ നിലനിൽക്കുന്നതും പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടിയോണ്ടല്ല. അല്ല, തനിക്കൊരു എൻകറേജ്മെൻ്റ് ഉണ്ട്. തന്നെ എൻകറേജ് ചെയ്യുന്ന എന്തോ ഒന്നുണ്ട്. ഞാൻ അവിടെ അങ്ങ് നിർത്തുക. തന്നെ എൻകറേജ് ചെയ്യുന്ന എന്തോ ഒന്ന്. ഈ സത്യവും ഈ വെളിപ്പാടും ഈ ഫാമിലി തിരിച്ചറിഞ്ഞാൽ, നിങ്ങൾ തിരിച്ചറിഞ്ഞാൽ, പ്രിയപ്പെട്ട സുഹൃത്തെ താങ്കൾ തിരിച്ചറിഞ്ഞാൽ, നീ ക്രിസ്തീയ ജീവിതത്തിൽ ആരും നിനക്ക് കൂടെയില്ലെന്ന് പറഞ്ഞ് നീ പിണങ്ങത്തില്ല. നിനക്ക് ജീവിതത്തിൽ മടുപ്പുണ്ടാകത്തില്ല. നിനക്ക് ഫാമിലിയിൽ മടുപ്പുണ്ടാകത്തില്ല. കുടുംബജീവിതത്തിൽ മടുപ്പുണ്ടാക്കത്തില്ല. നിങ്ങളുടെ വർക്ക് പ്ലേസിൽ മടുപ്പുണ്ടാക്കത്തില്ല. എന്തുകൊണ്ടാണ് ജോലി മാറണമെന്ന് തോന്നുന്നത്? നമ്മൾ ഉദ്ദേശിക്കുന്ന അത്ര ഒരു റിലേഷൻഷിപ്പ് അതിനകത്തുള്ള ആൾക്കാരുമായിട്ട് ഇല്ലാത്തത് കൊണ്ടാണ്. എന്തുകൊണ്ടാണ് ഭാര്യ ഉപേക്ഷിക്കണമെന്ന് തോന്നുന്നത്? നമ്മുടെ പ്രതീക്ഷയ്ക്കത്ത് പുള്ളിക്കാരി വളരുന്നില്ല എന്ന് തോന്നുന്നത് കൊണ്ടാണ്. നിനക്ക് മടുപ്പ് എവിടെയൊക്കെയോ ഉള്ളത് കൊണ്ടാണ് നമുക്ക് എന്തൊക്കെയോ ഉപേക്ഷിക്കണം എന്ന് തോന്നുന്നത്. ക്രിസ്തീയ ജീവിതത്തിൽ അങ്ങനെ തന്നെയാണ്. നമ്മൾ ഉദ്ദേശിച്ച പോലെ അല്ല യേശു എന്ന് തോന്നുന്നത് കൊണ്ടാണ് നമ്മൾ അതേ അങ്ങ് ഒഴിവാക്കി വേറെ എങ്ങോട്ടൊക്കെയോ നമ്മൾ പോകുന്നത്. എങ്ങോട്ട് പോവാന്ന് വെച്ചാൽ ഒരു ഐഡിയ ഇല്ല, പക്ഷെ പോകുക. അങ്ങനെ പോകാനല്ല കേട്ടോ കർത്താവ് താങ്കളെ വിളിച്ചേക്കുന്നത്. ഇന്ന് ആത്മാവ് ആരെയൊക്കെയോ ശക്തിയോടെ ബോധ്യപ്പെടുത്തുകയാണ്. എൻകറേജ് ചെയ്യുന്ന ഒരു തലവുമായി നിങ്ങൾ ഇന്ന് ബന്ധപ്പെടണം. എൻകറേജ് ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് നിങ്ങൾ ഇന്ന് അസോസിയേറ്റ് ചെയ്യണം. നിങ്ങൾ ഇന്നൊരു പുതിയ ബന്ധം ആ എൻകറേജ് ചെയ്യുന്ന ഒരു തലവുമായി നിങ്ങൾ സ്ഥാപിക്കണം. 4 തരത്തിലുള്ള ചോദ്യത്തിൽ 4നും ഒറ്റ ഉത്തരമേ ഉള്ളൂ.
4 തരത്തിലുള്ള ചോദ്യം എന്താണ്? 1, ക്രിസ്തുവിൽ വല്ല പ്രബോധനവും ഉണ്ടോ? 2, സ്നേഹത്തിൻ്റെ വല്ല ആശ്വാസവും ഉണ്ടോ? 3, ആത്മാവിൻ്റെ വല്ല കൂട്ടായ്മയും ഉണ്ടോ? 4, ക്രിസ്തുവിൽ ഏക മനസ്സുണ്ടോ? ഈ 4 ചോദ്യത്തിനും മൂന്നാമത്തെ ചോദ്യത്തിനകത്ത് ഉത്തരം കിടപ്പുണ്ട്. ആത്മാവിൻ്റെ വല്ല കൂട്ടായ്മയും ഉണ്ടോ? ഉണ്ടെങ്കിൽ 4 ചോദ്യത്തിൻ്റെ ഉത്തരം ആ ഒന്നിലുണ്ട്. ഉണ്ടായിരുന്നു എന്നാണെങ്കിൽ ഈ 3 ചോദ്യത്തിൻ്റെയും ഉത്തരം ഇനിയും നിനക്ക് ഈ ഉത്തരത്തിൽ നിന്ന് നിനക്ക് പ്രാപിച്ചെടുക്കാനുണ്ട്. ഇല്ല എന്നാണെങ്കിൽ മൂന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരത്തിലേക്ക് നീ എത്തുക. ഹല്ലേലൂയ. ചോദ്യത്തിനകത്ത് തന്നെ പലപ്പോഴും ഉത്തരങ്ങളുണ്ട്. ഞാൻ ആശയം ദൂതായി കൈമാറുകയാണ്, ദൈവാലോചനയായി കൈമാറുകയാണ്. പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനകൾക്കകത്തു തന്നെ എന്തുകൊണ്ട് എനിക്ക് ഉത്തരം എൻ്റെ പ്രാർത്ഥനയ്ക്ക് കിട്ടുന്നില്ല എന്ന് നമ്മൾ തന്നെ പലപ്പോഴും പറയാറുണ്ട്. ദൈവത്തോട് ചോദിക്കുന്ന ചോദ്യം സ്വയം നമ്മുടെ നിരാശകളിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരുന്ന വാചകങ്ങൾക്കകത്ത് തന്നെ നമ്മുടെ പ്രാർത്ഥനയുടെ ഉത്തരം കിട്ടാത്തതിൻ്റെ മറുപടികൾ അതിനകത്തുണ്ട്. എന്തുകൊണ്ട് ഉത്തരം കിട്ടുന്നില്ല? മറുപടിയും നമ്മൾ തന്നെ പറയുന്നു. ഇവിടെ പൗലോസ് ചോദിച്ചിട്ട ചോദ്യം, അല്ലെങ്കിൽ ഫിലിപ്പ്യ സഭയോട് താൻ ഒരു ചോദ്യ രൂപേണ ചോദിക്കുന്ന ഈ വാചകങ്ങൾക്കകത്ത് തന്നെ അവരുടെ ഉത്തരമുണ്ട്. പലപ്പോഴും അങ്ങനെ തന്നെയാണ്. നമ്മുടെ പ്രാർത്ഥനകൾക്കകത്തു തന്നെ നമ്മൾ ആഗ്രഹിക്കുന്ന മറുപടി കിടപ്പുണ്ട്. പക്ഷേ അത് നിന്നിൽ നിന്ന് മറയ്ക്കുന്ന ഒരു തലമുണ്ട്. ഇതെനിക്ക് പലപ്പോഴും എൻ്റെ പ്രാർത്ഥനയിൽ മനസ്സിലായിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മൾ അനുഭവിക്കുന്ന പല കാര്യങ്ങളുടെയും ഉത്തരങ്ങൾ നമ്മളായിരിക്കുന്ന പ്രിമിസസിൽ തന്നെയുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ആ പ്രെയർ ലാംഗ്വേജിൽ തന്നെയുണ്ട്. പക്ഷേ അത് നമ്മൾ പലപ്പോഴും തിരിച്ചറിയുന്നില്ല. എന്തുകൊണ്ടാണെന്നുള്ളത് മൂന്നാമത്തെ ചോദ്യത്തിനകത്തുണ്ട്. നമ്മൾ അന്യഭാഷയെ പ്രാർത്ഥിക്കുന്നവരാണ്, രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്നവരാണ്, സമയം കിട്ടുമ്പോൾ പ്രാർത്ഥിക്കുന്നവരാണ്, ദൈവാത്മാവ് ഇടപെടുമ്പോൾ ഉപവസിക്കുന്നവരാണ്, നമ്മൾ പ്രാർത്ഥനയിൽ സ്ഥിരത കാണിക്കുന്നവരാണ്, നമ്മൾ സഭയുമായി കൂട്ടായ്മ ആചരിക്കുന്നവരാണ്, നമ്മൾ ദൈവമക്കളുമായി ബന്ധം പുലർത്തുന്നവരാണ്. എന്നിട്ടും പലപ്പോഴും എല്ലാ കാര്യങ്ങളിലും നമ്മൾ ജയാളികളായിട്ടല്ല മുൻപോട്ട് പോകുന്നത്. ആത്മാവിൽ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിലും പരാജയങ്ങൾ വരുന്നു. ആത്മഭാഷകളിൽ ദൈവത്തോട് സംസാരിക്കുന്ന വ്യക്തിയുടെ ജീവിതത്തിലും പ്രതിരോധങ്ങളും പ്രതിസന്ധികളും വരുന്നു. അവൻ്റെ ജീവിതത്തിലും സമ്മർദ്ദങ്ങൾ അവനെ അലട്ടുന്നു. പക്ഷെ പറയുന്നു, ഞാൻ ആത്മാവിൽ പ്രാർത്ഥിക്കുന്നു, ഞാൻ ദൈവത്തോട് ഏത് സമയത്തും ജാഗരിച്ച് ദൈവസന്നിധിയിൽ ഇരിക്കുന്നു. എന്നിട്ടും ആ പറയുന്ന സംഭവങ്ങൾ അവിടെ ഉണ്ട്. എന്താണ് കാരണം? പൗലോസ് ചോദിക്കുന്നൊരു ചോദ്യം, ഫിലിപ്പി സഭയോടാണ് ചോദിക്കുന്നൊരു ചോദ്യം. തന്നെ മിഷണറി പ്രവർത്തനങ്ങൾക്ക് സപ്പോർട്ട് ചെയ്ത സഭയാണ് ഫിലിപ്പിയ സഭ. അപ്പോഴും അവിടെ ചോദിക്കുന്ന ചോദ്യം ഇതാണ്, ആത്മാവിൻ്റെ വല്ല കൂട്ടായ്മയും ഉണ്ടോ? ദൈവത്തിന് ആവശ്യം ആത്മാവുമായിട്ടുള്ള പരിചയമല്ല, അന്യഭാഷകളിൽ പ്രാർത്ഥിച്ചുള്ള തഴക്കമല്ല. ക്ലിയർ? അന്യഭാഷ, ഞാൻ അഭിഷേകം പ്രാപിച്ചു എന്നുള്ള ഒരു കോൺഫിഡൻസ് അല്ല, ആത്മാവുമായിട്ടുള്ള കൂട്ടായ്മയാണ് അവിടെ ആവശ്യം. അവിടെ ചോദിക്കുന്നത് ഇങ്ങനെയാണ്, എനി പാർട്ടിസിപ്പേഷൻ ഇൻ ദ സ്പിരിറ്റ്. പൗലോസ് ചോദിക്കുന്ന ചോദ്യം അതാ, ഡു യു ഹാവ് എനി പാർട്ടിസിപ്പേഷൻ ഇൻ ദ സ്പിരിറ്റ്? നമ്മൾ ചോദിക്കേണ്ടത്, എനിക്ക് സ്പിരിറ്റുമായിട്ട് പാർട്ടിസിപ്പേഷൻ ഉണ്ടോ, അതോ എനിക്ക് പ്രാർത്ഥന മാത്രമേ ഉള്ളൂ? പ്രാർത്ഥിക്കുന്ന എല്ലാവരും ഉണ്ട്, ഞാനും പ്രാർത്ഥിക്കും, നിങ്ങളും പ്രാർത്ഥിക്കും, എന്നേക്കാൾ നന്നായി നിങ്ങൾ പലരും പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടതും, പൗലോസ് ചോദിച്ചൊരു ചോദ്യം ഭയങ്കര ആഴമാർന്നൊരു ചോദ്യമാണ്. സ്പിരിറ്റുമായിട്ട് നിങ്ങൾക്കൊരു പാർട്ടിസിപ്പേഷൻ ആണോ ഉള്ളത്, കൂട്ടായ്മയാണോ ഉള്ളത്, പരിചയമാണോ ഉള്ളത്? ഈ രണ്ട് വാക്കും വളരെ വ്യത്യാസമുണ്ട്. എന്തുകൊണ്ടാണ് ഫ്രണ്ടും ബെസ്റ്റ് ഫ്രണ്ടും എന്ന് നമ്മൾ പറയുന്നത്? പുള്ളിക്കാരൻ എൻ്റെ ഫ്രണ്ടാട്ടോ, ഇവനെ പറയണ്ടല്ലോ, ഇവൻ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്. എന്തുകൊണ്ടാ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് നമ്മൾ പറയുന്നത്? ബെസ്റ്റ് ഫ്രണ്ടിനോടായിരിക്കും നമ്മൾ എല്ലാ കാര്യവും ഓപ്പണായിട്ട് സംസാരിക്കുക. കുറച്ച് കൂടുതൽ അവൻ്റെ മേത്ത് നമ്മൾ തൊടും, ചിലപ്പോൾ അവൻ്റെ തോളത്തെ കൈ ഇട്ടെന്ന് വരും, നമ്മൾ എന്നും അവനൊരു ഗുഡ് മോർണിംഗ് അയച്ചെന്ന് വരും, എന്നും നമ്മൾ അവനെ വിളിച്ചെന്ന് വരും, ചിലപ്പോൾ അവനുമായിട്ടൊക്കെ ഒന്ന് പിണങ്ങിയെന്ന് വരും.
പിന്നെ അവൻ അസ്വസ്ഥതയുണ്ടായിട്ട് അവൻ നമ്മുടെ അടുത്ത് മിണ്ടിയെന്ന് വരും, നമ്മുടെ അടുത്ത് ഇങ്ങോട്ട് വന്ന് സോറി പറഞ്ഞെന്ന് വരും, ഒക്കെ വരും. കാരണം എന്ന് വെച്ചാൽ ഈഗോ ഇല്ലാതെ, ഫോർമാലിറ്റീസ് ഇല്ലാതെ, മൂടുപടമില്ലാതെ, മുഖഛായകളൊന്നും ഇല്ലാതെ, ചായം പൂശാതെ ഡയറക്റ്റായിട്ട് നമ്മൾ അപ്രോച്ച് ചെയ്യുന്ന ഒരേ ഒരു വ്യക്തിയുള്ളൂ. അത് ഫ്രണ്ട് അല്ല, ബെസ്റ്റ് ഫ്രണ്ടാണ്. ഹോളി സ്പിരിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഫ്രണ്ടായിട്ട് വെക്കുകയാണെങ്കിൽ എനിക്ക് ആ ഫ്രണ്ടിനെ പരിചയമുണ്ട്, എനിക്കറിയാം. എനിക്ക് എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടെങ്കിൽ ഐ ക്യാൻ ജസ്റ്റ് കോൾ ഹിം. എനിക്ക് ആ ഫ്രണ്ടിനെ ഒന്ന് വിളിച്ചാൽ മതി, കാര്യം നടക്കും. എല്ലാ കാര്യവും നടക്കത്തില്ല, എല്ലാ കാര്യവും ഫ്രണ്ടിനെ വിളിച്ചാൽ നടക്കത്തില്ല. എല്ലാ കാര്യവും ഫ്രണ്ടിനെ വിളിച്ചാൽ നടക്കുമായിരുന്നെങ്കിൽ ഏറെക്കുറെ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് പരിഹരിക്കപ്പെട്ടേനെ. എല്ലാ കാര്യങ്ങളും നടക്കും എന്നുണ്ടെങ്കിൽ അതിന് ബെസ്റ്റ് ഫ്രണ്ടിനെ തന്നെ നമ്മൾ വിളിക്കണം. അവനെ സാധ്യമല്ലെങ്കിലും എടാ ഞാൻ അതൊന്ന് ശ്രമിക്കട്ടെ, എനിക്കിന്ന വ്യക്തിയെ പരിചയമുണ്ട്, ഞാൻ അവനുമായിട്ടൊന്ന് കണക്ട് ചെയ്ത് നോക്കട്ടെ, നടക്കുന്നുണ്ടെങ്കിൽ ഞാൻ നിന്നെ ഇപ്പോൾ വിളിക്കാം. കിട്ടിയാലും ഇല്ലെങ്കിൽ ബെസ്റ്റ് ഫ്രണ്ട് നമ്മളെ വിളിക്കും. അത് മനുഷ്യ ബെസ്റ്റ് ഫ്രണ്ട്, മാനുഷികമായ ബെസ്റ്റ് ഫ്രണ്ട്. ഞാൻ ഇവിടെ കൊണ്ടുവരുന്നത് ഹോളി സ്പിരിറ്റിനെയാണ്. പൗലോസിന് ഉത്തരം അറിയേണ്ട ഇത്രയും കാര്യമേ ഉള്ളൂ. എന്താ ഉത്തരം അറിയണ്ടേ? ക്രിസ്തുവിൽ വല്ല പ്രബോധനമുണ്ടോ? അവിടെ നിൽക്കട്ടെ. സ്നേഹത്തിൻ്റെ വല്ല ആശ്വാസമുണ്ടോ? അവിടെ നിൽക്കട്ടെ. വല്ല ആർദ്രതയും മനസ്സലിവും ഉണ്ടോ? അവിടെ നിൽക്കട്ടെ. അദ്ദേഹത്തിന് അറിയേണ്ട പ്രധാനപ്പെട്ട ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം ഇതാണ്: ആത്മാവുമായി വല്ല കൂട്ടായ്മയുണ്ടോ? ഡു യു ഹാവ് എനി പാർട്ടിസിപ്പേഷൻ ഇൻ സ്പിരിറ്റ്? പരിശുദ്ധാത്മാവുമായിട്ടുള്ള പാർട്ടിസിപ്പേഷൻ നമുക്കുണ്ടെങ്കിൽ, ഞാൻ മുകളിൽ അല്ലെങ്കിൽ പൗലോസ് മുകളിൽ ചോദിച്ച എല്ലാ ചോദ്യത്തിനും നമ്മൾ വാരി വലിച്ച് ഉത്തരം പറയേണ്ട, എനിക്ക് ആത്മാവുമായി ബന്ധമുണ്ട്. ഇന്ന് ഞാൻ ആ ദൂത് നിങ്ങളോടിടുകയാണ്. പൗലോസ് 4 ചോദ്യങ്ങൾ ഇവിടെ ചോദിക്കുന്നുണ്ട്. ഒന്നും കൂടെ ഞാൻ കയറി നോക്കിയാൽ 5 ചോദ്യങ്ങൾ അതിനകത്തുണ്ട്. 5 ചോദ്യങ്ങൾക്കും 5 ഉത്തരങ്ങൾ ഞാൻ പറയണ്ട. 5 ചോദ്യങ്ങൾക്കും എനിക്ക് പരിശുദ്ധാത്മാവുമായി ബന്ധമുണ്ട്. എനിക്ക് ഹോളി സ്പിരിറ്റുമായി ഒരു ഡീപ്പ് ഇൻറ്റിമസി ഉണ്ട്. എനിക്ക് ഹോളി സ്പിരിറ്റുമായിട്ടൊരു ആഴമേറിയ ബന്ധമുണ്ട്. ഈ ഒരൊറ്റ മറുപടിക്കകത്ത് എല്ലാ ഉത്തരങ്ങളും അടങ്ങിയിരിക്കുന്നു. ഞാൻ പ്രവചിക്കുന്നു, ഞാൻ ദൈവാലോചന താങ്കൾക്ക് കൈമാറുന്നു. താങ്കൾ പ്രതീക്ഷിച്ചിരുന്ന ദൈവശബ്ദം താങ്കളുടെ ചെവിയിലേക്ക് ഇതാ പരിശുദ്ധാത്മാവ് തന്നെ ഇട്ടുതരുന്നു. അതിതാണ്, 1000 പ്രശ്നങ്ങൾ നിങ്ങൾക്കുണ്ടാകാം, 1000 ഉത്തരങ്ങളും 1000 വഴികളും ഉപവഴികളും തേടി നിങ്ങൾ പോകേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് പരിശുദ്ധാത്മാവുമായി ഒരു പാർട്ടിസിപ്പേഷൻ ഉണ്ടെന്ന് നിങ്ങളെ 1000 പ്രതിസന്ധികൾക്കകത്താക്കി കഴിഞ്ഞ ഇരുട്ടിൻ്റെ ശക്തികൾ തിരിച്ചറിയുന്ന പക്ഷം 1000 വഴി നീ തേടിപ്പോകുകയല്ല. നിന്റെ വീടിനകത്തിരുന്ന് നീ ആത്മഭാഷകളിൽ പ്രാർത്ഥിച്ചും സംസാരിച്ചും ആ പാർട്ടിസിപ്പേഷൻ്റെ അകത്ത് നീ തുടരുകയും ചെയ്യുമ്പോൾ നിന്റെ വീടിനകത്തുനിന്ന് 1000 വഴികൾ, നിന്റെ വീടിനകത്തുനിന്ന് 1000 വഴികൾ, നിന്റെ വീടിനകത്തുനിന്ന് പ്രാർത്ഥനയിലൂടെ 1000 വഴികൾ നിന്റെ മുമ്പിൽ തുറക്കാൻ പോകുന്നു. ഈ ദൈവശബ്ദം പരിശുദ്ധാത്മാവ് ചിലരുടെ മേൽ ഇടുകയാണ്. ഈ ദൈവശബ്ദം പരിശുദ്ധാത്മാവ് ചിലരുടെ മേൽ ഇടുകയാണ്. വീടിനകത്തുനിന്ന് ഇറങ്ങി 1-ാം ദിവസം 1 പ്രശ്നത്തിന്റെ പരിഹാരം, 2-ാം ദിവസം 2 പ്രശ്നത്തിന്റെ പരിഹാരം, 3-ാം ദിവസം 3 പ്രശ്നത്തിന്റെ പരിഹാരം. അങ്ങനെ 1000 പ്രശ്നങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളുടെ 3 വർഷം പോയി കിട്ടി, 3 ചില്ലറ വർഷം പോയി കിട്ടി. 3 ചില്ലറ വർഷം കൊണ്ട് അടുത്ത പുതിയ പ്രശ്നങ്ങളും കൂടെ ശത്രു നിന്റെ ജീവിതത്തിൽ കൊണ്ടുവരുമ്പോൾ നിനക്ക് പ്രാർത്ഥിക്കാൻ സമയം കിട്ടത്തില്ല. അടുത്ത 100 പ്രശ്നത്തിന്റെ പുറകെ നീ പോകും. അതിനുശേഷം വീണ്ടും ശത്രു 300 പ്രശ്നം കൊണ്ടിടും, അതിന്റെ പുറകെ നീ പോകും. ഇതാണ് അതിന്റെ പരിണിത ഫലം. നീ എന്നേക്കും ആത്മീയ ജീവിതത്തിൽ നിന്ന് നീ മാറും, എന്നേക്കും കുടുംബ ജീവിതത്തിൽ നിന്ന് നീ മാറും. നീ വാർദ്ധക്യം ബാധിക്കും, നിനക്ക് ഫലം കായ്ക്കാൻ കഴിയാതെ വരും, നീ ദൈവത്തിന് പ്രയോജനപ്പെടാതെ വരും. വാഗ്ദത്തങ്ങൾ അനവധി നിരവധി നിങ്ങളുടെ മേലുണ്ടെങ്കിലും, ദൈവശബ്ദങ്ങളും ദൂതുകളും അനവധി നിരവധി നിങ്ങളുടെ മേലുണ്ടെങ്കിലും അതൊന്നും പ്രാപിക്കാൻ കഴിയാതിരിക്കണമെങ്കിൽ നീ ആത്മാവിന്റെ പാർട്ടിസിപ്പേഷനിൽ നിന്ന് നീ നിന്റെ പ്രശ്നങ്ങളുമായി പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. ശത്രുവിന് നീ ആത്മാവിന്റെ പാർട്ടിസിപ്പേഷനിൽ
മുറികളിൽ നിന്ന് നിന്റെ പ്രതിസന്ധികളുമായി നീ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. പിശാചിന് നീ പ്രാർത്ഥന മുറിയിൽ നിന്ന് പൈശാചിക റൂമുകളുമായി നീ കണക്ട് ചെയ്യണം. യേശുവിന്റെ നാമത്തിൽ നിന്റെ സമയത്തെ അതിനുവേണ്ടി വേർതിരിക്കുന്ന, നിന്റെ നല്ല പ്രായങ്ങളെ ഈ നിലയിൽ തിരിച്ചുവിടുന്ന, നിങ്ങളുടെ ഫലം കായ്ക്കാനുള്ള ജീവിതത്തെ ഈ നിലയിലേക്ക് വഴിമാറ്റി വിടുന്ന സാത്താനിക ബന്ധനങ്ങൾ, പൈശാചിക കോൺട്രാക്റ്റുകൾ ഈ സമയം സ്വർഗത്തിന്റെ ശക്തി എന്നേക്കുമായി പൊട്ടിക്കുന്നു. ഇത് വിശ്വസിക്കുന്നവന്റെ മേൽ തീ വ്യാപരിക്കട്ടെ. യെസ്, 2 വർഷം മുന്നേ നിനക്കുണ്ടായിരുന്ന ആത്മാവിന്റെ പാർട്ടിസിപ്പേഷൻ ഇന്നുണ്ടോ എന്ന് ദൈവാത്മാവ് ചിലരോട് ചോദിക്കുന്നു. ആമേൻ. 3 വർഷം മുൻപേ സഭയുമായുള്ള നിന്റെ ബന്ധം, നിന്റെ ആക്റ്റീവ് പെർഫോമൻസ് ഇപ്പോൾ നിനക്ക് ആത്മാവുമായിട്ടുണ്ടോ എന്ന് പരിശുദ്ധാത്മാവ് ചോദിക്കുന്നു. 1 വർഷം മുന്നേ, 6 മാസം മുന്നേ നിങ്ങളുടെ ജീവിതത്തിനകത്തുണ്ടായിരുന്ന പ്രാർത്ഥനാ ജീവിതം ഇന്നുണ്ടോ എന്ന് പരിശുദ്ധാത്മാവ് ചോദിക്കുന്നു. ആമേൻ. നിങ്ങളുടെ വിശ്വാസ സ്നാനം നിങ്ങൾ സ്വീകരിച്ച സമയത്തിന് ശേഷമുള്ള പരിശുദ്ധാത്മാവുമായിട്ടുള്ള ആ ഒരു പാർട്ടിസിപ്പേഷൻ, നിങ്ങൾ കാത്തു സൂക്ഷിച്ചിരുന്ന ഹോളിനെസ് ഇപ്പോൾ ഉണ്ടോ എന്ന് പരിശുദ്ധാത്മാവ് ചോദിക്കുന്നു. അന്ന് നീ കർത്താവിനെ കണ്ണുകൊണ്ട് നോക്കി കണ്ടിരുന്നു. എന്നാൽ ഇന്ന് താങ്കളുടെ കണ്ണ് ഏതൊക്കെ കാര്യങ്ങളെ നോക്കി കാണുന്നു? അന്ന് നിങ്ങളുടെ വായ് ദൈവകാര്യങ്ങൾ പ്രസ്താവിച്ചിരുന്നു. എന്നാൽ ഇന്ന് നിങ്ങളുടെ വായ് ഏതെല്ലാം കാര്യങ്ങൾ പ്രസ്താവിക്കുന്നു? അന്ന് നിങ്ങളുടെ ഹൃദയം പരിശുദ്ധാത്മാവിന് സ്വന്തമായിരുന്നു. ഏത് സമയം വേണമെങ്കിലും നമ്മുടെ ഉള്ളത്തിലേക്ക് വരാം, നമ്മളെ യൂസ് ചെയ്യാം. എന്നാൽ ഇന്ന് നമ്മുടെ ഹൃദയം എത്ര പേർക്ക് വേണ്ടി പകത്തു കൊടുത്തിരിക്കുന്നു? അന്ന് എൻ്റെ തലച്ചോർ, എൻ്റെ ബുദ്ധി പരിശുദ്ധാത്മാവിന് സ്വന്തമായിരുന്നു. രാത്രിയിൽ അവൻ എന്നെ ദർശനങ്ങൾ കാണിക്കാം, വരുവാനുള്ള കാര്യത്തെക്കുറിച്ച് പറയാം, അർദ്ധരാത്രിയിൽ എന്നെ തട്ടി ഉണർത്താം, ഞാൻ എഴുന്നേൽക്കാൻ തയ്യാറാണ്. എന്നാൽ ഇന്ന് എന്നെ തട്ടിയാൽ പരിശുദ്ധാത്മാവിനെ തട്ടി മാറ്റുന്ന ഉറക്കവുമായി പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയായി ഞാൻ മാറിപ്പോയോ? ആത്മാവുമായി എനിക്ക് പാർട്ടിസിപ്പേഷൻ ഇല്ല എന്ന് പറയേണ്ടി വരും. എന്നോട് ദൈവാത്മാവ് ഭയങ്കരമായി പറയുകയാണ്, എൻ്റെ ഉള്ളത്തിലൊരു ബോധ്യം തരികയാണ്. ഞാൻ ഈ ചോദ്യങ്ങൾ ചോദിച്ച് ചിലരിലേക്ക് കത്തിച്ചിട്ടതാണെന്ന് കർത്താവ് എന്നോട് പറയുന്നത്. കത്തിച്ച് ഞാൻ ഇട്ടതാ ഈ ചോദ്യങ്ങൾ ചിലരുടെ ലൈഫിലേക്ക്, കത്തിച്ചിട്ടതാ. ഡു യു ഹാവ് എനി പാർട്ടിസിപ്പേഷൻ ഇൻ സ്പിരിറ്റ് റൈറ്റ് നൗ? നീ പരിശുദ്ധാത്മാവുമായിട്ടുള്ള പാർട്ടിസിപ്പേഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ? ചോദിക്ക, ആത്മാവിനോട് ചോദിക്ക, ആത്മാവ് നിന്നോട് ഉത്തരം പറയും. നിങ്ങളുടെ ഉള്ളത്തിലോട്ട് ആ ചോദ്യം ഇട. നമുക്ക് 1000 ഇയ്യോബും ചോദിച്ചു, 1500 അല്ല 2000 അല്ല ചോദ്യങ്ങൾ ചോദിച്ചു. എലീഫസ്, ബിൽദാദ്, വേറൊരു സുഹൃത്തും കൂടെ ഉണ്ട്. വന്ന് എലീഫസിനെ കൊണ്ട് വീണ്ടും ഒരു 10,000 ചോദ്യം ചോദിക്കത്തക്ക നിലയിൽ ജോബിന് അങ്ങോട്ട് കൊടുത്തു കുറെ കാര്യം. കള്ളക്കൂട്ടുകാരായിരുന്നു. കള്ളക്കൂട്ടുകാരെന്ന് വെച്ചാൽ ഭയങ്കര പാർട്ടിസിപ്പേഷൻ അവിടെ ഉണ്ട്, മാനസികമായി ഭയങ്കര പാർട്ടിസിപ്പേഷനാണ്. എല്ലാം ഉള്ളത്തിനകത്ത് വേറെ പരിപാടി വെച്ചുകൊണ്ട് സംസാരിക്കുന്ന ആൾക്കാരാണ്. അങ്ങനെ ഉണ്ട് കേട്ടോ. നമ്മൾ ഭയങ്കര സുഹൃത്ത, ചങ്ക, കരള, ശ്വാസകോശം എന്നൊക്കെ നമ്മൾ പറയും. പക്ഷേ പരസ്യവാചകങ്ങളിൽ പറയുന്ന പോലെ തന്നെ സ്പോഞ്ച് പോലെയാണ്. സോറി, സ്പോഞ്ച് പോലെ ഞെക്കിയ ഞെങ്ങും, അവസരത്തിനൊത്തങ്ങ് ചുരുങ്ങും. ഗ്ലോറി. ആമേൻ. മക്കളെ, കൂട്ടുകെട്ടുകൾ, ബന്ധങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ നന്നായിട്ട് പ്രാർത്ഥിച്ച് തിരഞ്ഞെടുക്കണം. എല്ലാ കൂട്ടുകെട്ടൊന്നുമല്ല. സ്പോഞ്ച് പോലെ ആകരുത് കൂട്ടുകെട്ടുകൾ. നിനക്ക് ധൈര്യമായി വിശ്വസിക്കാം ഹോളി സ്പിരിറ്റിനെ. ഇത് നമ്മൾ കണ്ണടച്ച് വെടിവെക്കുന്ന പരിപാടി അല്ല കേട്ടോ ആത്മീയ ജീവിതം. എന്നെ തെറ്റിദ്ധരിക്കത്തില്ലെങ്കിൽ ഞാൻ പറയാം. എനിക്ക് ഈ ലൈവിലൊക്കെ പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ നമ്മൾ പറയുമ്പോൾ വളരെ ശ്രദ്ധിച്ച് വേണം പറയാൻ. എങ്കിലും ഞാൻ പറയാം. എന്നോട് ചോദിച്ച എൻ്റെ മാത്രം വ്യക്തിപരമായ കാര്യമാണ് ഞാൻ പറയുന്നത്. ഇതിന് നീ ഓഡിയൻസുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഞാൻ എൻ്റെ ഒരു അനുഭവം പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇതാരെയും ഉദ്ദേശിച്ചുകൊണ്ട് ഞാൻ പറയുന്നതല്ല. ഇത് ഒരു വിഭാഗക്കാരോടും ഞാൻ അവരുടെ ശ്രദ്ധ കൊടുക്കാൻ വേണ്ടിയോ ശ്രദ്ധ ആകർഷിക്കാനോ പറയുന്ന വാക്കല്ല. എന്നോടൊരു വ്യക്തി ചോദിച്ചു, നീ നിന്ന കമ്മ്യൂണിറ്റിയിൽ നിന്ന് നീ ഇതിനു വേണ്ടി ചോദ്യങ്ങളൊക്കെ ഒത്തിരി ഉണ്ട്, ഞാനത് എഡിറ്റ് ചെയ്ത് പറയാം. നീ നിന്ന കമ്മ്യൂണിറ്റി തന്നെ നിനക്ക് നിന്നാൽ പോരായിരുന്നോടാ? നിനക്ക് നാണം ഉണ്ടോടാ? നിനക്ക് വല്ല ബുദ്ധി ഉണ്ടോടാ?
നീ ഇതിലേക്ക് പോയത്, ഈ കൂട്ടായ്മയിലേക്ക് നീ പോയത്? ഞാൻ പറഞ്ഞു, ഞാൻ വിളിക്കുന്ന ജീവനുള്ള ദൈവത്തെയാണ്. നീ ഏത് ജീവനുള്ള ദൈവത്തെ വിളിക്കുന്നത്? ഞങ്ങൾക്കൊക്കെ നോക്കി പ്രാർത്ഥിക്കാൻ ഒന്നുമില്ലെങ്കിലും ഒരു രൂപമെങ്കിലും ഉണ്ട്. നീയൊക്കെ എന്തോ നോക്കിയാടാ പ്രാർത്ഥിക്കുന്നത്? നമ്മൾ ആരെങ്കിലും ഒന്ന് കാണണ്ടേ മോനെ? ആരെങ്കിലും ഒന്ന് കാണാനും വേണ്ടി ഒരാളെ ഞാൻ വെച്ചാൽ മതിയോ? ഇതൊരാളാണെന്ന് സങ്കല്പിച്ചാൽ മതിയോ? എന്നെ കാണുന്ന ഒരുവനുണ്ടെന്ന് ഞാൻ അറിയുകയും അവനെ കാണാൻ വേണ്ടി ഞാൻ ശ്രമിക്കുകയുമല്ലേ വാസ്തവത്തിൽ ആത്മീയ ജീവിതത്തിൽ ചെയ്യേണ്ടത്? നമ്മളെല്ലാവരും ഒന്ന് കാണാനാ നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുകയും വചനം കേൾക്കുകയും ജീവിക്കുകയൊക്കെ ചെയ്യുന്നത്. സ്വർഗനാട് കാണാനാ. അതിനകത്താണ് ഈ അതിന് പുറത്തേ ഉള്ളു ബാക്കി കാര്യം. പ്രാർത്ഥനയുടെ മറുപടി, വിടുതൽ, ഇതൊക്കെ നമുക്ക് കാണാനുള്ളത്. സ്വർഗനാട് കാണാനാ നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുകയും ഒരുങ്ങുകയും ഒക്കെ ചെയ്യുന്ന വചനം അങ്ങനെയാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ എന്നോട് ചോദിച്ച ചോദ്യം ഇതാണ്: നീ കണ്ണുമടച്ച് നീ ചുമരി നോക്കി പ്രാർത്ഥിച്ചാൽ എന്തോ ആകാനാ? എന്ത് കേൾക്കാൻ? ആര് കേൾക്കാനാ? നമുക്ക് സ്വയം ഒരു കോൺഫിഡൻസ് വേണ്ടേടാ നമ്മളൊരാളോട് പ്രാർത്ഥിക്കുന്നു എന്ന്. നീ വെറുതെ ഒരാളോട് സംസാരിക്കുന്നതാവൂ. നീ ഒരാളോട് സംസാരിച്ചാലല്ലേ അവനത് കേൾക്കത്തുള്ളൂ, അവൻ തിരിച്ച് മറുപടി പറയത്തുള്ളൂ. ഇതാണ് എന്നോട് ചോദിച്ച ചോദ്യം. മീൻസ് ഞാൻ കണ്ണടച്ച് വെടിവെക്കുകയാണ്, കണ്ണടച്ച് ഞാൻ മാങ്ങ പറിക്കാൻ നടക്കുവാണെന്നുള്ള രീതിയിലാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത്. പക്ഷേ അനുഭവിച്ച എനിക്കറിയാം, വിശ്വസ്തനായ ഒരു ദൈവത്തോടാണ് ഞാൻ സംസാരിക്കുന്നത് എന്ന്. വിശ്വസ്തനായ ഒരു പരിശുദ്ധാത്മാവാണ് എന്നെ ആ യേശുവുമായിട്ടുള്ള ബന്ധത്തിൽ ഇങ്ങനെ കൊണ്ട് നടക്കുന്നതെന്ന്. വിശ്വസ്തനായ പരിശുദ്ധാത്മാവാണ് എൻ്റെ കണ്ണുകളെ നിയന്ത്രിക്കുന്നതെന്ന്. ഓ മക്കളെ, നിങ്ങളുടെ കണ്ണുകൾ നിയന്ത്രിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ നീ യേശുവിനെ കാണാനുള്ള നിന്റെ കണ്ണ് നീ വേണ്ടാത്തത് കാണാനായിട്ട് ഉപയോഗിക്കാൻ നിന്റെ ശരീരം നിർബന്ധിക്കുകയാണെങ്കിൽ, പ്രിയപ്പെട്ട കുടുംബമേ, ദൈവ പൈതലേ, നീ പരിശുദ്ധാത്മാവുമായിട്ടുള്ള പാർട്ടിസിപ്പേഷനിൽ നിന്ന് നീ മറ്റൊരു ലോകവുമായിട്ടുള്ള പാർട്ടിസിപ്പേഷൻ, ആ വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കണം, പരിശുദ്ധാത്മാവുമായിട്ടുള്ള പാർട്ടിസിപ്പേഷനിൽ നിന്ന് മറ്റൊരു വ്യക്തിയല്ല, മറ്റൊരു ലോകവുമായിട്ടുള്ള മറ്റൊരു വേൾഡുമായിട്ടുള്ള പാർട്ടിസിപ്പേഷനാണ് അറിഞ്ഞോ അറിയാതെയോ നിങ്ങൾ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. ആത്മീയ വളർച്ചയ്ക്ക് തടസ്സം, ഏറ്റവും വലിയ തടസ്സം എന്ന് പറയുന്നത് വെളിയിൽ നിന്ന് വരുന്ന ഭൂതമല്ല, വീട്ടിനകത്തുനിന്ന് വന്ന് നിങ്ങളോട് സംസാരിക്കുന്ന ആരുമല്ല, ഇമ്പോർട്ട് ചെയ്ത് ഇറക്കുന്ന പിശാചുമല്ല. നമ്മുടെ ആത്മീയ വളർച്ചയ്ക്ക് തടസ്സം നമ്മളിലെ ജഡം തന്നെയാണ്. നമ്മളിലെ ജഡം നമ്മുടെ കർത്തൃത്വം ഏറ്റെടുക്കുന്നതിൽ നിന്ന് നമ്മിലത്തെ ആത്മാവ്, നമ്മുടെ ദൈവം നമ്മുടെ മേൽ പകർന്നിരിക്കുന്ന ആത്മാവ് നമ്മുടെ കർത്തൃത്വം ഏറ്റെടുക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിനക്ക് ജയിക്കാൻ കഴിയാത്ത എല്ലാ മേഖലകളെയും നിങ്ങൾക്ക് ജയിക്കാൻ കഴിയും. ചോദിക്കുക, ഞാൻ ആത്മീയൻ എന്ന് പറയുമ്പോൾ, ഞാൻ പ്രാർത്ഥിക്കുന്നവൻ എന്ന് പറയുമ്പോൾ, ഞാൻ വചനം സംസാരിക്കുന്നവൻ എന്ന് പറയുമ്പോൾ, ഞാൻ അനേകർക്ക് പ്രബോധനം കൊടുക്കുന്ന വ്യക്തി എന്ന് പറയുമ്പോൾ, ഞാൻ അനേകർക്ക് ക്ലാസ് എടുക്കുന്ന വ്യക്തി എന്ന് പറയുമ്പോൾ, ഞാൻ എൻ്റെ മക്കളെ ഉപദേശിക്കുമ്പോൾ, അവർ ചെയ്ത തെറ്റിനെ ഞാൻ തട്ടി വിലക്കുമ്പോൾ, എൻ്റെ ഭർത്താവ് ചെയ്ത തെറ്റിനെ ഞാൻ അദ്ദേഹത്തെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ, എൻ്റെ ഭാര്യ അവളുടെ ഒരു ചെറിയ തെറ്റിന് ഞാൻ അവളെ ശകാരിക്കുമ്പോൾ, വാസ്തവത്തിൽ എനിക്കതിനുള്ള റൈറ്റ് ഉണ്ടോ? ഞാൻ പരിശുദ്ധാത്മാവുമായിട്ടുള്ള പാർട്ടിസിപ്പേഷനിൽ മാത്രം ജീവിക്കുന്ന വ്യക്തിയാണോ? ഈ ചോദ്യം നമ്മൾ ചോദിക്കണം. എങ്കിലേ നമുക്ക്, അതുകൊണ്ടാണ് യേശു വിധിക്കാൻ ഭയങ്കര എക്സ്പേർട്ടുകൾ അവിടെ വന്നു. വിധിക്കലിൽ മാസ്റ്റേഴ്സ് ഡിഗ്രി എടുത്ത കുറേ പേര് അവിടെ വന്നപ്പോൾ യേശു എന്താ മക്കളെ അവരുടെ മുഖത്ത് നോക്കി അങ്ങനെ തന്നെ ചോദിച്ചാ, നിങ്ങൾ ഉപദേശിക്കുന്ന കൊള്ളാം, സ്വന്തം കണ്ണിലെ കോലെടുത്ത് കളഞ്ഞിട്ട് സഹോദരൻ്റെ കണ്ണിലെ കരടെടുത്താൽ പോരെ? നമ്മൾ പ്രാർത്ഥനാ ജീവിതത്തിൽ നമ്മൾ വായയിലോട്ടിരിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കാൻ നമ്മൾ ഇരിക്കുമ്പോൾ, നമ്മൾ ആദ്യം നമ്മളെ തന്നെ ഒന്ന് ആത്മപരിശോധന ചെയ്യണം. കാരണം നമ്മളൊക്കെ ഈ വേൾഡ് ജീവിച്ചിട്ട്, നമ്മൾ ഈ ദൈവത്തെയൊക്കെ അറിഞ്ഞിട്ട് നമ്മൾ ആ സ്വർഗത്തിലേക്ക് ചെല്ലുമ്പോൾ കർത്താവ് നമ്മളോട് ചോദിക്കാൻ ഒരു വലിയ ക്വസ്റ്റ്യനെയർ തന്നെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ പ്രാഗൽഭ്യം നഷ്ടപ്പെട്ടു.
പ്രാഗൽഭ്യം നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് നമ്മൾ ഒന്നും പിടിച്ചു എന്നോ നേടിയെന്നോ അല്ല, നമുക്ക് നേടാമോ എന്നോർത്ത് അതിനുവേണ്ടി ശ്രമിക്കുന്നു എന്നാണ് പൗലോസ് പറയുന്നത്. നിൽക്കുന്നവൻ വീഴാതിരിപ്പാൻ സൂക്ഷിക്കട്ടെ എന്ന് പറയുമ്പോൾ ഞാൻ എന്തിനെല്ലാ ദിവസവും നിങ്ങളോട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, എനിക്കും കൂടെ നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഓർക്കണമെന്ന് പറയുന്നത്? എനിക്ക് നന്നായിട്ടറിയാം പ്രാർത്ഥനയുടെ സപ്പോർട്ടും പരിശുദ്ധാത്മാവുമായിട്ടുള്ള ബന്ധവും നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള ശ്രദ്ധയും അതൊക്കെ ഉണ്ട് കേട്ടോ. വ്യക്തിപരമായും കൂടെ ശ്രദ്ധിക്കണം. എല്ലാം എന്താ പിടിച്ചോ പരിശുദ്ധാത്മാവേ എന്ന് പറഞ്ഞ് ഇട്ട് കൊടുത്താൽ പറ്റൂല. നമുക്ക് ചെയ്യാനുള്ള പാർട്ടുണ്ട് ഒരുപാട് ഇതിനകത്ത്. നമ്മുടെ എല്ലാം കൂടെ ഒത്തിണങ്ങുന്നതാണ് ജയകരമായ ആത്മീയ ജീവിതം. ജയകരമായ ആത്മീയ ജീവിതം എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ പ്രാർത്ഥനയെ വേണ്ടി, ഇയാൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചില്ലെങ്കിൽ എനിക്ക് ഒന്നുമില്ലടോ, തന്നേക്കാൾ വലിയ പ്രോഫിറ്റ്സ് ഉണ്ടോ എനിക്ക്. ചിലർക്ക് അങ്ങനെ ഒരു ധാരണയുണ്ട്. എന്നോട് ചില ആൾക്കാരൊക്കെ പറയാറുണ്ട്, ഭയങ്കര വലിയ ആളാ, ഭയങ്കര സംഭവമാണ്. പക്ഷേ ഇൻഡിവിജ്വൽ അയാൾക്ക് മാത്രം അയാളെ നിലനിർത്താൻ പറ്റില്ല, എനിക്ക് മാത്രം എന്നെ നിലനിർത്താൻ പറ്റത്തില്ല എന്ന ബോധ്യമുള്ളത് കൊണ്ടാണ് എല്ലാ ദിവസവും മീറ്റിംഗ് കഴിഞ്ഞിട്ട് നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെ കൂടെ ഓർക്കണം, എൻ്റെ കുടുംബത്തെ ഓർക്കണം. തീർന്നിട്ട് നിങ്ങൾക്ക് ഇട്ട് തന്നിട്ട് ഞാൻ വീട്ടിൽ കിടന്നുറങ്ങിയാൽ പോരാ, ഞാൻ വ്യക്തിപരമായി പ്രാർത്ഥിക്കണം. തീർന്നില്ല, ഞാൻ വ്യക്തിപരമായി ബുദ്ധിയിൽ പല പ്രിപ്പറേഷൻസ് എടുക്കേണ്ടതായിട്ടുണ്ട്. ക്ലിയർ? ബുദ്ധിയിൽ പല പ്രിപ്പറേഷൻസ് എടുക്കേണ്ടതായിട്ട് ഞാൻ ശ്രദ്ധിക്കണം പല കാര്യങ്ങൾ, ഞാൻ വേണ്ടാന്ന് വെക്കണം പല കാര്യങ്ങൾ. ഇതെല്ലാം കൂടെ ചെയ്യുമ്പോഴാണ് ആത്മീയ ജീവിതം അനുഗ്രഹിക്കപ്പെടുന്നത്. ചോദിക്കുക, വാസ്തവത്തിൽ ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ടോ? ചെയ്ത വ്യക്തിയാണോ? ചെയ്യുന്ന വ്യക്തിയാണോ? അവിടെ എല്ലാം ഉത്തരങ്ങൾ കിടക്കുന്നു. എന്തുകൊണ്ട് എൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കുന്നില്ല? അവിടെ എല്ലാ ഉത്തരങ്ങൾ കിടക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഞാൻ ആ കാര്യം ചെയ്തിട്ടില്ലല്ലോ ബ്രദറെ, ഞാൻ ആ കാര്യം ചെയ്തിട്ടില്ല ബ്രദർ. അപ്പോൾ അവിടെ ഒരു ഉത്തരം നമുക്ക് കിട്ടി. അതും കൂടെ ചെയ്തതിന് ശേഷം കർത്താവ് എനിക്ക് ഉത്തരം തരുമോ ഇല്ലയോ എന്ന് നമുക്ക് ചോദിക്കാം. ഹല്ലേലൂയ. അതാ പൗലോസ് അവിടെ ചോദിക്കുന്നേ, നിങ്ങൾ ആത്മാവിൻ്റെ വല്ല കൂട്ടായ്മയും ഉണ്ടെങ്കിൽ, ആത്മാവിൻ്റെ കൂട്ടായ്മ ഉണ്ടെങ്കിൽ, ഇനി ഞാൻ ഉത്തരത്തിലോട്ട് കയറിക്കോട്ടെ. നിങ്ങൾക്ക് ഏകദേശ കാര്യങ്ങളൊക്കെ മനസ്സിലായി കാണും. തീർന്നില്ല, കുറച്ചുകൂടെ ഉണ്ട് പറയാൻ. ഇനി ഉത്തരത്തിലോട്ട് ഞാൻ കയറിക്കോട്ടെ. ആത്മാവുമായി കൂട്ടായ്മ ഉണ്ടെങ്കിൽ ഇനി എങ്ങനെയാണെന്നുള്ളതാണ് പൗലോസ് പറയുന്നത്. ക്രിസ്തുവിൽ വല്ല പ്രബോധനവും ഉണ്ടെങ്കിൽ. കർത്താവ് നമുക്ക് വ്യക്തമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു തരും. ഇല്ല എന്നൊന്നും ആർക്കും പറയാനൊക്കത്തില്ല. കർത്താവ് വ്യക്തമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു തരും. പക്ഷേ പലപ്പോഴും നമുക്കത് കിട്ടുന്നില്ല. കർത്താവ് 1000 വട്ടം പറയും, നീ ഈ ചോദിച്ച ചോദ്യത്തിൻ്റെ മറുപടി നീ 1ാമത്തെ വട്ടം പ്രാർത്ഥിച്ചപ്പോഴേ ഞാൻ ഇട്ട് തന്നടാടാ, പക്ഷെ നീ അറിഞ്ഞില്ല. അതെന്താ പാസ്റ്റർ എനിക്കത് കിട്ടാത്തേ? ഇതുവരെ ദൈവം ഇടപെട്ടു. അത് ആത്മാവിൻ്റെ കൂട്ടായ്മയുമായി ഞാൻ നിൽക്കുമെങ്കിൽ എനിക്ക് ക്ലിക്കാവും. ആത്മാവിൻ്റെ കൂട്ടായ്മയുമായി നിൽക്കും. കാരണം എനിക്ക് ആ ലാംഗ്വേജ് പിടിക്കാൻ പറ്റുന്നില്ല. ദൈവം പറഞ്ഞ ലാംഗ്വേജ്, ആ ലാംഗ്വേജ് പിടിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് നമ്മൾ കർത്താവ് ഇതുവരെ ഇടപെട്ടില്ല, ദൈവം ഒന്നും പറഞ്ഞില്ല. കർത്താവ് പലപ്പോഴും നമ്മളോട് പറയാറുണ്ട്, നീ ഇന്നത് ചെയ്യ്, അന്നേരം നിനക്ക് മറുപടി കിട്ടും. പക്ഷെ നമ്മൾ പിടിക്കുന്നില്ല. പലപ്പോഴും നമ്മൾ വീണ്ടും അതിന് ഷോർട്ട് കട്ടുണ്ടോ, ആരുടെയെങ്കിലും പ്രവചനത്തിൽ കൂടെ കാര്യങ്ങൾ നടക്കുമോ എന്നൊക്കെ രീതിയിലാണ് നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ അവിടെ നമ്മളൊന്ന് നിൽക്കണം, നിന്ന് ചിന്തിക്കണം. എന്നിട്ടാണ് ഈ ചിന്തിക്കേണ്ടത്, ക്രിസ്തുവിൽ വല്ല പ്രബോധനവുമുണ്ടോ? ഈ പ്രബോധനവും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇവിടെ ഞാൻ വായിച്ചതുപോലെ, സോ ഇഫ് there is any encouragement in Christ, any comfort from love, any participation in the Spirit, നിങ്ങൾക്ക് ദൈവം തരുന്ന സ്നേഹത്തിൽ നിങ്ങൾക്ക് കംഫർട്ട് ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് കർത്താവുമായിട്ടുള്ള നിങ്ങൾക്ക് ക്രിസ്തുവിൽ നിന്ന് എന്തെങ്കിലും പ്രബോധനങ്ങൾ, എൻകറേജ്മെന്റുകൾ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ, അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് സ്പിരിറ്റുമായി പാർട്ടിസിപ്പേഷൻ ഉണ്ട് എന്നുള്ളതാണ്. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് എൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടിയോന്നൊന്നുമല്ല, എനിക്ക് പരിശുദ്ധാത്മാവുമായി പാർട്ടിസിപ്പേഷൻ ഉണ്ടോ? പരിശുദ്ധാത്മാവുമായി പാർട്ടിസിപ്പേഷൻ ഉണ്ടെങ്കിൽ എൻ്റെ ലൈഫ് തകരാനുള്ളതല്ല. പരിശുദ്ധാത്മാവുമായി എനിക്കൊരു പാർട്ടിസിപ്പേഷൻ ഉണ്ടെങ്കിൽ എൻ്റെ ലൈഫ് നശിച്ചു പോകാനുള്ളതല്ല. സഹോദര സഹോദരി, നിനക്ക് ജോലിയുണ്ടോ ജോലിയില്ലയോ എനിക്കറിഞ്ഞുകൂടാ. നീ വിവാഹം കഴിച്ചതാണോ കഴിച്ചിട്ടില്ലാത്തതാണോ എനിക്കറിഞ്ഞുകൂടാ. നിങ്ങൾക്ക് മക്കളുണ്ടോ മക്കളില്ലയോ എനിക്കറിഞ്ഞുകൂടാ. നിങ്ങൾക്ക് ശുശ്രൂഷ നിങ്ങൾ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എനിക്കറിഞ്ഞുകൂടാ.
പക്ഷേ എന്നോട് കർത്താവ് ഇങ്ങനെയാണ് ഡിക്ലെയർ ചെയ്യാൻ പറയുന്നത്, നിങ്ങൾക്ക് പരിശുദ്ധാത്മാവുമായി ഒരു പാർട്ടിസിപ്പേഷൻ ഉണ്ടെങ്കിൽ നിശ്ചയമായിട്ടും നിങ്ങൾക്ക് കർത്താവിൽ നിന്നൊരു എൻകറേജ്മെൻറ്റും കിട്ടുന്നുണ്ട്. നിശ്ചയമായിട്ടും നിങ്ങൾ അറിയുന്നില്ലയോ, അതും എനിക്ക് അറിഞ്ഞുകൂടാ, നിങ്ങൾക്ക് കർത്താവിൻ്റെ കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു ലവ് നിങ്ങൾക്ക് സ്വർഗത്തിൽ നിന്ന് നിങ്ങളുടെ പ്രാർത്ഥന മുറിയിലേക്ക് ദൈവം പകർത്തുന്നുണ്ട്. അതാണ് പൗലോസ് ഇവിടെ പറയുന്നത്. സോ ഇഫ് there is any encouragement in Christ, any comfort from love, any participation in the spirit, any affection and sympathy, complete my joy by same love, being in full accord and of one mind. നോക്കിയേ, 1000 മനസ്സില്ല, 1000 വഴികളും ഇല്ല. പരിശുദ്ധാത്മാവുമായിട്ടുള്ള പാർട്ടിസിപ്പേഷൻ ഒരു വ്യക്തിക്കുണ്ടെങ്കിൽ ആ പരിശുദ്ധാത്മാവ് പഠിപ്പിച്ചത് നീ കൊടുക്കാൻ തുടങ്ങും. കമാൺ, ആ പരിശുദ്ധാത്മാവ് പഠിപ്പിച്ചത് നീ കൊടുക്കാൻ തുടങ്ങും. ഇന്ന് എന്നെ ഒന്ന് ശ്രദ്ധിച്ച് കേട്ടെ. പൗലോസ് ചോദിക്കുന്ന ചോദ്യം ഫിലിപ്പിയ സഭയോട് ഇതാണ്: നിങ്ങൾക്ക് പരിശുദ്ധാത്മാവുമായി പാർട്ടിസിപ്പേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ അവൻ്റെ കംഫർട്ടബിൾ ആയിട്ടുള്ള ലവ്, ഇംഗ്ലീഷിലാണത് പറയുന്നത്, ഡു യു ഹാവ് എനി കംഫർട്ട്, യു ഹാവ് എനി കംഫർട്ട് ഇൻ ലവ് എന്നാണ് ചോദിച്ചേക്കുന്നത്. സ്നേഹത്തിൻ്റെ വല്ല ആർദ്രതയും ഉണ്ടെങ്കിൽ എന്നാണ് മലയാളത്തിൽ പറയുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസോ എൻകറേജ്മെൻറ്റോ നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന സ്പിരിറ്റിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ കിട്ടിയതേ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റൂ എന്നാണ് പൗലോസ് അവിടെ പറയുന്നത്. ആമേൻ. എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് അമിത കോപം എന്നറിയാമോ? നിങ്ങൾക്ക് കിട്ടിയതേ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റൂ. എന്തുകൊണ്ടാണ് നിങ്ങൾ ചെറിയ കാര്യത്തിന് വലിയ വഴക്കുണ്ടാക്കുന്നതെന്നറിയാമോ? നിങ്ങൾ അനുഭവിച്ചതേ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റൂ. പിന്നെ അങ്ങനെയാണ് ഞാനെങ്കിൽ എന്തുകൊണ്ടാണ് ചില ബലഹീനതകൾക്കകത്ത് വീണു പോകുന്നതെന്നറിയാമോ? നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തതേ നിങ്ങൾ പിന്നെയും ചെയ്യാനായിട്ട് ശ്രമിക്കുകയുള്ളൂ. കമാൺ. എന്നിട്ട് പിന്നെ എങ്ങനെ? എനിക്ക് സ്പിരിറ്റുമായിട്ടുള്ള പാർട്ടിസിപ്പേഷൻ ഉണ്ട്, എനിക്ക് ആത്മാവുമായിട്ടുള്ള ബന്ധമുണ്ട്, എനിക്ക് സ്നേഹത്തിൻ്റെ ആർദ്രതയുണ്ട് എന്നെനിക്ക് ദൈവമുഖത്ത് നോക്കി പറയാൻ പറ്റും. എനിക്ക് നിങ്ങളോട് പറയാൻ പറ്റുമായിരിക്കും, പക്ഷേ എനിക്ക് ദൈവത്തിൻ്റെ മുഖത്തോട്ട് നോക്കി പറയാൻ പറ്റുമോ? ചോദിക്കുക. ആ ചോദ്യം ഇങ്ങോട്ടിട്. ആ ചോദ്യം നമ്മളിലേക്ക് ചോദിക്കുക. ശരിയായ ഒരു ചോദ്യമല്ലേ അത്? ഞാൻ പെട്ടെന്ന് കോപിക്കുന്നുണ്ടെങ്കിൽ ക്ഷുപ്രകോപിയായ ദൈവത്തെ അല്ല ഞാൻ തിരുവെഴുത്തിൽ വായിക്കുന്നത്. ഞാനൊരു ബലഹീനതയിൽ വീണുപോകുന്നു, ഞാനൊരു കൺമോഹത്തിൽ വീണുപോകുന്നു, ഞാനൊരു ജഡമോഹത്തിൽ വീണുപോകുന്നു, ഞാനൊരു ജീവനത്തിനുള്ള പ്രതാപത്തിനകത്ത് വീണുപോകുന്നു, ഞാൻ ധനത്തിൻ്റെ വഞ്ചനയിൽ പെട്ടുപോകുന്നു എങ്കിൽ അങ്ങനെ പെട്ടുപോയ ഒരു യേശു അല്ല എനിക്ക് മുമ്പേ ഓടിയത്. ഹല്ലേലൂയ. എനിക്കൊരു വ്യക്തിയെ സ്നേഹിക്കാൻ കഴിയുന്നില്ല, ക്ഷമിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കണമെന്ന് പഠിപ്പിച്ച യേശുവും തൻ്റെ ആത്മാവുമായിട്ടല്ല എൻ്റെ പാർട്ടിസിപ്പേഷൻ. എനിക്ക് പറയാൻ പറ്റത്തില്ല അങ്ങനെയാണെന്ന്. ഹല്ലേലൂയ. ഇനി ചോദിക്കുക. എൻ്റെ ചോദ്യങ്ങൾക്ക് ഞാൻ ചോദിക്കുമ്പോൾ തന്നെ മറുപടി തരാനും ഞാൻ ചോദിക്കുമ്പോൾ തന്നെ ഉത്തരമരുളാനും ദൈവം ബാധ്യസ്ഥനാണോ എന്ന്. അങ്ങനെയല്ലേ നമ്മുടെ ക്രിസ്തീയ ജീവിതം നമ്മൾ റിനോവേറ്റ് ചെയ്ത് കൊണ്ടുവരേണ്ടത്? അങ്ങനെയല്ലേ മെയിൻ്റനൻസ് ചെയ്യേണ്ടത്? ഹല്ലേലൂയ. നമ്മുടെ കാറൊക്കെ 100 പറപ്പിക്കാം, കണ്ടീഷനാണ് എന്നൊക്കെ നമ്മൾ കരുതും. പക്ഷെ വണ്ടി കൊണ്ട് വർക്ക്ഷോപ്പിൽ കയറ്റിയിട്ട് ഒരു ജനറൽ ചെക്കപ്പ് ചെയ്യുമ്പോൾ പുള്ളി ഒന്നൊന്നായിട്ട് ഇങ്ങോട്ട് പറയാൻ തുടങ്ങും, സാറേ വീലിൻ്റെ ബെയറിങ്ങിനൊരു അടിയുണ്ട്, സാറേ ഓയിൽ നന്നായിട്ട് കറുത്തിട്ടുണ്ട്, പിന്നെ ബെൽറ്റിനൊരു ചെറിയ ആട്ടമുണ്ട്, ലൂസുണ്ട്, മാറിയാൽ നല്ലതാണ്, സാറേ AC ഇട്ടാണ് വണ്ടി ഓടിക്കുന്നത്, അതെ കൂളിംഗ് ഉണ്ടോ, നന്നായിട്ടുണ്ട്, പക്ഷേ അതിനകം മുഴുവനും അഴുക്ക, ചെളി അടഞ്ഞിരിക്കുക, അതിൻ്റെ കോയിൽ ഇളക്കി സർവീസ് ചെയ്താലേ ഇനി അത് നിങ്ങൾക്ക് ശരിയായ കൂളിംഗ് കിട്ടൂ. ഇപ്പം നിലവിൽ ഏതോ വഴി കൂടെയൊക്കെ ഇങ്ങനെ ഒഴുകി വന്നുകൊണ്ടിരിക്കുന്ന കൂളിങ്ങേ സാറിന് കിട്ടുന്നുള്ളൂ. ഞങ്ങൾ പഠിച്ചത് വെച്ച് നോക്കുവാണെങ്കിൽ സാറിൻ്റെ അതിൻ്റെ ആ കൂളിംഗ് കോയിൽ മുഴുവനും ചെളി കൊണ്ട് അടഞ്ഞിരിക്കുക. അത് ഫുള്ള് ഇളക്കി ബോണറ്റ് സഹിതം ഇളക്കി ക്ലീൻ ചെയ്താലേ സാറിന് ഫ്രഷ് എയർ കിട്ടുകയുള്ളൂ. തുടങ്ങി ഒരു 10 കംപ്ലൈൻറ്റ് ഇങ്ങോട്ട് പറയും. പക്ഷെ നമ്മൾ എന്താ വിചാരിച്ചിരുന്നത്? വണ്ടി സ്മൂത്തും സുന്ദരവുമായിട്ട് ഓടുന്നു. അറിയാവുന്നവൻ്റെ അടുത്ത് കൊണ്ട് കയറ്റിയപ്പോഴാ കാര്യം എന്താണെന്ന് പിടികിട്ടുന്നത്. ദൈവമക്കളെ, ഞാനിതൊരു തമാശ രൂപേണ പറഞ്ഞു.
പക്ഷേ ശരിക്കും പരിശുദ്ധാത്മാവിൻ്റെ സർവീസ് സ്റ്റേഷനിലോട്ട് നമ്മൾ കയറിയാൽ ഇങ്ങനെ ഒഴുകും. കണ്ണുനീരും ഉള്ളവനാണെങ്കിൽ ഒഴുകും. പിന്നെ ഒരു ഹൃദയവും വേണം. ചിലർ ആ സ്ഥാനത്ത് ഒരിക്കലും പൊട്ടാത്ത കല്ലെന്തോ വെച്ചേക്കുന്നെന്നാണ് ആരൊക്കെയോ പറഞ്ഞത്. ഞാൻ കഴിഞ്ഞ ഒരു ദിവസം ചർച്ചിൽ ഞാൻ അങ്ങനെ കാണാറുണ്ട്. ചില ചർച്ചിലൊക്കെ നമ്മളെ പ്രസംഗിക്കാൻ വിളിക്കുമ്പോൾ നമ്മൾ അതിനകത്ത് എത്ര ഡ്രില്ല് ചെയ്ത് വെടിമരുന്ന് ഇറക്കി നമ്മൾ കത്തിച്ച് വെച്ചാലും പൊട്ടാത്ത കല്ലുകൾ ചർച്ചിനകത്ത് അങ്ങനെ ഇരിക്കും. വെടിക്കുറ്റി പോലെ ഇരിക്കും. അനങ്ങൂല. വചനം എത്ര തൊടും നമ്മൾ പറഞ്ഞാലും തൊടൂല. വചനവും തൊടൂല, ദൈവത്തിനും തൊടാൻ പറ്റൂല. അങ്ങനെ ഇരിക്കും. അനങ്ങുകയല്ല എന്നാ. മക്കളെ, നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയം അങ്ങനെ ഇരുന്ന് അനങ്ങുകയല്ല. ആ അമ്മയ്ക്കായിരിക്കും ഏറ്റവും കൂടുതൽ പ്രാർത്ഥനാ വിഷയമുള്ളത്. മീറ്റിംഗ് കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ അവരായിരിക്കും ആദ്യം മുന്നിൽ നിൽക്കുന്നത്. പാസ്റ്ററേ, ഇത്രയും വിഷയമുണ്ടൊന്ന് പ്രാർത്ഥിക്കണം. പ്രൈസ് ടു ജീസസ്. ഞാൻ തമാശ രീതിയിൽ ഈ പറഞ്ഞു വിടുന്നു, പക്ഷെ ഇതിനകത്തൊക്കെ ഭയങ്കര കാര്യം. എന്നെപ്പോലുള്ളവർക്കൊക്കെ ഭയങ്കര സങ്കടമായിരിക്കും അത് കാണുമ്പോൾ. എന്താണെന്നറിയാമോ? കാരണം ഞങ്ങൾക്കൊക്കെ ഞങ്ങളെയൊക്കെ കർത്താവ് ചില വർഷങ്ങളെ ആക്കിയിട്ടുള്ളൂ ഇതിലൊക്കെ കൊണ്ടുവന്നിട്ട്. പക്ഷെ അവരൊക്കെ അത് ജനിച്ച് വളർന്നവരാണ്. ഞങ്ങൾക്കൊക്കെ വിശ്വാസം വർദ്ധിപ്പിക്കേണ്ട അമ്മമാരും അപ്പന്മാരുമാണ്. ഞങ്ങൾക്കൊക്കെ മാതൃകയാകേണ്ടവരാണ്. അല്ലാതെ പാസ്റ്റർ ഏതോ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന സാധനം അങ്ങനെയൊന്നും അല്ല. മാതൃകകളാകണം. ഓരോരുത്തരും മാതൃകകളാണ്. പൗലോസ് തൻ്റെ സഭയോട് പറഞ്ഞു, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, എനിക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ. പൗലോസ് പറഞ്ഞു. പൗലോസ് 24 മണിക്കൂർ അന്യഭാഷ പറയുന്ന ആളാണ്. പക്ഷേ പറഞ്ഞു, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. എല്ലാം തികഞ്ഞു എന്നല്ല. പാസ്റ്റർക്ക് പ്രാർത്ഥന വേണ്ടെന്നോ പാസ്റ്റർക്ക് വേണ്ടി ആരും പ്രാർത്ഥിക്കേണ്ടെന്നോ ഒന്നും ഇല്ല കേട്ടോ. പ്രാർത്ഥിക്കണം. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ പ്രാർത്ഥിക്കണം. പ്രാർത്ഥനകളാണ് നിലനിർത്തുന്നത്. പ്രാർത്ഥനകളാണ് ചിലതിനെ തടയുന്നത്. അപ്പോൾ അതാ പറഞ്ഞേ, വെടിവെച്ചാലും ഞാൻ പൊട്ടത്തില്ലടാ എന്നുള്ള നിലയിലാണ് ചില സഭകളിൽ പോകുമ്പോൾ ചില വ്യക്തികൾ, അത് സഭയുടെ കുറ്റമൊന്നുമല്ല, ചില വ്യക്തികൾ, അത് മനോഭാവങ്ങളാണ്. വചനമൊന്നും അങ്ങോട്ട് ഏക്കുന്നില്ല അവിടെ. പ്രൈസ് ടു ജീസസ്. ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ സാരം, നമ്മൾ ചോദിക്കണം. ഇതുപോലുള്ള ചോദ്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഉത്തരങ്ങൾ തന്നാൽ, നിശ്ചയമായിട്ട് നമ്മുടെ ക്രിസ്തീയ ജീവിതം അനുഗ്രഹിക്കപ്പെടും. നമ്മൾ അനുഗ്രഹിക്കപ്പെടാത്തതിൻ്റെ 99.9% കാര്യങ്ങൾ നമ്മുടെ തന്നെ ചില അറിവില്ലായ്മകളും അശ്രദ്ധകളും നമ്മുടെ ചില പ്രശ്നങ്ങളും കൊണ്ട് തന്നെയാണ്. പൗലോസ് ഫിലിപ്പി സഭയോട് ചോദിച്ച ചോദ്യം ഇതാണ്. പ്രൈസ് ടു ജീസസ്. നമ്മളെല്ലാം ശരിയാന്ന് പറഞ്ഞ് നമ്മൾ നടക്കും. അതാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. നമ്മളെല്ലാം ശരിയാന്ന് പറഞ്ഞ് നമ്മൾ നടക്കും. അറിയാവുന്ന ഒരു വർക്ക്ഷോപ്പിൽ കൊണ്ട് സംഭവം കയറ്റുമ്പോഴാണ് അവർ ഓരോ ചെക്കപ്പ് ചെയ്തതിന് ശേഷം നമുക്കിങ്ങോട്ട് 10 കൂട്ടം പ്രശ്നങ്ങൾ എഴുതി തരുന്നത് പോലെ പരിശുദ്ധാത്മാവിലേക്ക് നമ്മൾ കയറുമ്പോൾ നമ്മൾ എവിടെയൊക്കെയാണ് ഇനിയും രൂപാന്തരപ്പെടേണ്ടത്, ഏതൊക്കെ മേഖലകളിലാണ് ഇനിയും ചെത്തപ്പെടേണ്ടത്, ഏതൊക്കെ മേഖലകളിലാണ് ഇനി മാറ്റങ്ങൾ വരുത്തേണ്ടത്, നമുക്ക് ദൈവം പറഞ്ഞു തരും. ആ സമയത്തും ഇത്രയും കുറവുകളുള്ളപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കും, നമ്മൾ ഉപവസിക്കുന്നുണ്ടായിരിക്കും, നമ്മൾ ടൈത്ത് കൊടുക്കുന്നുണ്ടായിരിക്കും, ദശാംശം കൊടുക്കുന്നുണ്ടായിരിക്കും, നമ്മൾ സഭയിൽ ആക്റ്റീവായിരിക്കും, എല്ലാം ആയിരിക്കും. പക്ഷേ അവിടെയും നമുക്ക് ദൈവം ചൂണ്ടിക്കാണിക്കുന്നൊരു വചനമുണ്ട്. എന്താണത്? ക്രിസ്തുവിൽ വല്ല പ്രബോധനവുമുണ്ടോ? സ്നേഹത്തിൻ്റെ വല്ല ആശ്വാസവുമുണ്ടോ? ആത്മാവിൻ്റെ വല്ല കൂട്ടായ്മയുമുണ്ടോ? ക്രിസ്തുവിൽ ഏക മനസ്സുണ്ടോ? ക്രിസ്തുവിന് ഒരേ ഒരു മനസ്സേ ഉണ്ടായിരുന്നുള്ളൂ. പിതാവ് പിതാവ് പിതാവ്. ഒറ്റ ദർശനം ഉണ്ടായിരുന്നുള്ളൂ. ദൈവരാജ്യം ദൈവരാജ്യം ദൈവരാജ്യം. 33.5 വയസ്സ് വരെ കർത്താവ് ഈ ഭൂമിയിൽ ജീവിച്ചു. താൻ ശുശ്രൂഷ ചെയ്തു. താൻ ശുശ്രൂഷയ്ക്ക് ഇറങ്ങിയതിന് ശേഷം ബാക്കിയുള്ള വയസ്സുകൾക്കകത്ത്, അതായത് ഏകദേശം ഒരു 10-15 വർഷത്തിനകത്ത്, മീൻസ് താൻ 10-15 വർഷം ശുശ്രൂഷ ചെയ്തു എന്നല്ല, 3.5 വർഷക്കാലമാണ് ചെയ്തത്. പക്ഷെ താൻ വേദങ്ങളെക്കുറിച്ച് പഠിച്ചതിന് ശേഷം തനിക്ക് ഇതിൽ നിൽക്കണോ വേണ്ടായോ, ചാടണോ വേണ്ടേ, നിർത്തണോ തുടങ്ങണോ, ഇങ്ങനത്തെ ഒരു ചിന്ത, ഒരൊറ്റ മനസ്സ് യേശുവിനുണ്ടായിരുന്നു.
എന്തോരം പ്രതിസന്ധികളാണ് യേശുവിൻ്റെ മുന്നേ വന്നതെന്നറിയാമോ? നിലനിർത്തത്തില്ലെന്ന് വാദിച്ച് എത്ര ശബ്ദങ്ങളാണ് വന്നതെന്നറിയാമോ? നിന്നെ ഇതിൽ നിലനിർത്തത്തില്ല, നിന്നെ ഈ ശുശ്രൂഷ ചെയ്യാൻ അനുവദിക്കത്തില്ല, നിന്നെ ഈ പഠിപ്പിക്കലിന് അനുവദിക്കത്തില്ലെന്ന് പറഞ്ഞ് എന്തോരം പ്രതിസന്ധികളാണ് വന്നതെന്നറിയാമോ? അവിടെയും ഏക മനസ്സ്. എങ്ങനെ വന്നു അത്? മടുപ്പിക്കാത്ത പ്രാർത്ഥന കർത്താവ് തിങ്കളാഴ്ച പ്രാർത്ഥിച്ചില്ല, തിരുവെഴുത്തിൽ എഴുതിയിട്ടുണ്ടോ? കർത്താവ് ശബ്ബത്തിനെ വചനം കൈകൊണ്ട് തൊട്ടുള്ളൂ, എഴുതിയിട്ടുണ്ടോ? ഇല്ല. അതിൻ്റെ അർത്ഥം കർത്താവിൻ്റെ ലൈഫിലെ ഒരു പ്രാർത്ഥന ടൈം പോലും കവർന്നെടുക്കാൻ പിശാചിന് കഴിഞ്ഞില്ല. എന്താ കാര്യം എന്നറിയാമോ? കർത്താവിന് ആ സ്പിരിറ്റുമായിട്ടുള്ള പാർട്ടിസിപ്പേഷനായിരുന്നു. നമ്മുടെ സമയങ്ങൾ സാത്താൻ യഥേഷ്ടം കവരുന്നു, നമ്മുടെ സമ്പത്ത് സാത്താൻ യഥേഷ്ടം ചോർത്തിക്കൊണ്ടു പോകുന്നു, നമ്മുടെ ബന്ധങ്ങളെ സാത്താൻ യഥേഷ്ടം മുടക്കിക്കളയുന്നു. ഇന്ന് ചിരിക്കുന്നവൻ നാളെ വാളും നീട്ടിക്കൊണ്ടാണ് നിൽക്കുന്ന നമ്മുടെ മുമ്പിൽ. വാള് ചിരിക്കും നമ്മുടെ മുഖത്ത് നോക്കി, അല്ലേ? ബന്ധുക്കൾ ശത്രുക്കളാകുന്നില്ലേ? മിത്രങ്ങൾ ശത്രുക്കളാകുന്നില്ലേ? ഇന്നലെ ഒരുമിച്ച് ഐസ്ക്രീം കഴിച്ചതാ, ഇന്ന് നമ്മളിരിക്കാൻ പോയപ്പോൾ ചെയർ പുറകിലോട്ട് വലിച്ചിട്ടു, നീ അടുത്തിരിക്കേണ്ടെന്ന്. സംഭവിച്ചിട്ടില്ലേ? അതൊക്കെ ഇതാ കാര്യം. സാത്താൻ്റെ പ്രവർത്തനങ്ങൾ യഥേഷ്ടം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, നമുക്കുള്ളതെല്ലാം ശത്രു ഇങ്ങനെ കവർന്നുകൊണ്ടും ഇരിക്കുമ്പോൾ നമ്മൾ ചോദിക്കണം, യേശുവിൻ്റെ ലൈഫിലെ ഒരു പ്രാർത്ഥനാ ടൈം പോലും എടുത്തു മാറ്റാൻ പിശാചിന് കഴിഞ്ഞിട്ടില്ല. എന്നാൽ അടുത്ത് വന്നില്ലേ സാത്താൻ? അടുത്തടുത്ത് വന്നു, മുഖാമുഖം സംസാരിച്ചു. മെല്ലെ സംസാരിച്ച് അവരെ കേൾക്കാൻ പറ്റുന്ന രീതിയിലാണ് സാത്താൻ സംസാരിച്ച്, അല്ലേ? ആണ്. പക്ഷേ കർത്താവിൻ്റെ ലൈഫിലെ ഒന്നും എടുത്തു മാറ്റാൻ സാത്താന് കഴിയാത്തതിൻ്റെ കാരണം സ്പിരിറ്റുമായിട്ടുള്ള പാർട്ടിസിപ്പേഷനാണ്. ആ ലെവലിൽ നമ്മുടെ സഭ വളരും. പറഞ്ഞ ആമേൻ പറഞ്ഞേ. ആ നിലയിൽ നമ്മൾ വളരും. ഒന്ന് പറഞ്ഞേ, ആ നിലയിൽ ഞാൻ വളരും, ആ നിലയിൽ ഞാൻ വളരും. അങ്ങനെ വളരാൻ താല്പര്യമുണ്ടെങ്കിൽ എല്ലാ കണ്ണുകളും ഒരു നിമിഷം ഒന്ന് അടച്ച് നമ്മൾ ദൈവത്തിൽ നിന്ന്, നമ്മൾ എത്ര കാലം ഓടും ഇങ്ങനെ? നമ്മൾ ദൈവത്തിൽ നിന്ന് ആ കൃപ, കർത്താവ് പ്രാപിച്ച ആ കൃപ നമ്മൾ ഇന്ന് പ്രാപിക്കാൻ ആഗ്രഹിക്കുക. കർത്താവ് പ്രാപിച്ച ആ കൃപ നമ്മളിന്ന് പ്രാപിക്കാൻ ആഗ്രഹിക്കുക. ആ നിലയിൽ ദൈവം നമ്മളെ ഇന്ന് വളർത്തും. ആ നിലയിൽ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കും. ഒരഭിഷേകത്തിൻ്റെ പകർച്ച പരിശുദ്ധാത്മാവ് നമ്മുടെ മേലിട്ടാൽ അത് എന്നിൽ നിന്ന് തെന്നിപ്പോകത്തില്ലെന്ന്, ഒരു ശുശ്രൂഷ ദൈവം എന്നെ ഏൽപ്പിച്ചാൽ അത് വ്യർത്ഥമാകത്തില്ലെന്ന് ഒന്നൊരു തീരുമാനം എടുക്കണം. നമ്മുടെ കുറേ ധാരണകൾ ഇന്നും പൊട്ടിപ്പോണം. നമ്മുടെ കുറേ ചിന്തയും നമ്മുടെ കുറേ ഭാവവും എല്ലാം പൊട്ടിപ്പോണം. ശരിക്കും ഹോളി സ്പിരിറ്റിൻ്റെ വർക്ക്ഷോപ്പിലോട്ട് കയറിക്കഴിഞ്ഞാൽ ഇയാളൊന്നും അല്ലാന്ന് നമ്മളോട് ആത്മാവ് പറയും. കാര്യമായിട്ടാണ് ഞാൻ പറയുന്നത്. അത് ഞാൻ കയറിയാലും നിങ്ങൾ കയറിയാലും എല്ലാം കണക്കാണ്. ഞാൻ ഇത്രയും കാര്യം നിങ്ങളോട് പറഞ്ഞു, നിങ്ങൾക്കൊപ്പം ഒരു ലിസണറായി ഇരുന്നുകൊണ്ട് ഞാൻ നിങ്ങളോട് സംസാരിച്ചു. അതെൻ്റെ എല്ലാ മീറ്റിങ്സും അങ്ങനെ തന്നെയാണ്. നിങ്ങളോട് സംസാരിക്കുന്നത് ആത്മാവ് മാത്രമാണ്. ഇവിടെ ദീപു കൃഷ്ണ സൈലൻ്റ് ആണ്. അതെൻ്റെ ഈ റൂമിലോട്ട് കയറി വന്നാൽ നിങ്ങൾക്കറിയാം, കയ്യിൽ ബൈബിൾ അല്ലാതെ മറ്റൊന്നില്ല. ഞാൻ ഈ മീറ്റിംഗ് തുടങ്ങുമ്പോൾ അപ്പനോട് പറയുന്നതും അതാ, എന്നെ കേൾക്കാനും കാണാനും അല്ല ഇതിനകത്ത് ആരും കയറിയേക്കും, അങ്ങയെ കേൾക്കാനാ. അങ്ങ് തന്നെ അവരോട് സംസാരിക്കണം. നിങ്ങൾ എന്തെങ്കിലും ഒന്ന് കേട്ടിട്ടുണ്ടെങ്കിൽ ദീപുവിൻ്റെ ശബ്ദത്തിൽ കൂടെ കേട്ട് കാണും, പക്ഷെ പറഞ്ഞത് ഞാനല്ല, അവിടുന്നാണ്. സോ ഞാൻ നിങ്ങളുടെ കൂടെ ഒരു ലിസണറായിട്ടാണ് ഞാനിരുന്നത്. നിങ്ങളോട് പറഞ്ഞ ദൂതുകൾ എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഞാൻ സ്വീകരിച്ചതും കൂടെയാണ്. അപ്പോൾ ഞാൻ എന്ന വ്യക്തി ഉൾപ്പെടെ വിശുദ്ധനാകുന്ന ദൈവത്തിൻ്റെ ആ സ്പിരിച്വൽ റിലത്തിലേക്ക് കയറിക്കഴിഞ്ഞാൽ ദൈവമക്കളെ നമുക്ക് മനസ്സിലാവും വാസ്തവത്തിൽ നമ്മളൊക്കെ ആരാണ്, എത്രത്തോളം. എന്നിട്ട് നമുക്ക് ഇങ്ങനെയും കൂടെ ഒരു പിടി കിട്ടും. ഇങ്ങനെയുള്ള എന്നെ കർത്താവ് ഇത്രയും കാലം പോറ്റിയല്ലോ, ഇങ്ങനെയുള്ള എന്നെ കർത്താവ് ഇത്രയും കാലം കുറ്റം പറയാതെയും വിധിക്കാതെയും പോറ്റിയല്ലോ. ഈ ദൈവത്തിന് ഞാൻ എന്തു കൊടുത്താൽ മതിയാകും? ഈ ദൈവത്തെ ഞാൻ എങ്ങനെ സ്നേഹിച്ച മതിയാകും?
ഷിയാന്തേ, ആ ബോധം നമുക്കുണ്ടാകട്ടെ. നമ്മളൊന്നും ആരും അല്ല ദൈവമക്കളെ. എന്തെങ്കിലുമൊക്കെ ആക്കിയിട്ടുണ്ടെങ്കിൽ കൃപയാത്, കൃപ മാത്രം കേട്ടോ, കൃപ മാത്രമാണ്. ഇത്രമാം സ്നേഹം ഉയിർ കൊടുത്തേനിക്കാ, ഇത്രമാം സ്നേഹം ഉയിർ കൊടുത്തേനിക്കാ, മന്നവാ വർണ്ണിപ്പാനേളുതല്ല എനിക്ക്, മന്നവാ വർണ്ണിപ്പാൻ ഏളുതല്ല എനിക്ക്. തേടി വന്നോ ദോഷിയാമെന്നെയും എന്നെയും നാഥ, തേടി വന്നോ ദോഷിയാമെന്നെയും എന്നെയും നാഥ. നന്ദിയല്ലാതെ, സ്നേഹമല്ലാതെ ഈ റിയലായിട്ട് കർത്താവിൻ്റെ മെയിൻ്റനൻസ് വർക്ക്ഷോപ്പിൽ കയറിക്കഴിഞ്ഞാൽ, നമ്മളൊരു സ്പിരിച്വൽ മെയിൻ്റനൻസിനായിട്ട് കയറിക്കഴിഞ്ഞാൽ, വചനം നിരത്തി വെച്ച് കർത്താവ് ചില ചോദ്യങ്ങൾ എന്നോട് ചോദിച്ചാൽ, ഇയ്യോബിൻ്റെ വാ അടഞ്ഞതിനേക്കാളും വേഗത്തിൽ നമ്മുടെ വാ അടയുമെന്നുള്ളതിന് സംശയമില്ല. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ദൈവത്തോട് പറയാം, അപ്പാ, ഇന്ന് വരെ ഞാൻ കരുതിയിരുന്നത് എൻ്റെ പ്രാർത്ഥന സഫീഷ്യൻ്റ് ആണെന്നാണ്, എൻ്റെ ഉപവാസം സഫീഷ്യൻ്റ് ആണെന്നാണ്, എൻ്റെ ധാരണകളും പഠനങ്ങളൊക്കെ എനിക്ക് ഇനഫ്, എനിക്ക് മതി, ഇങ്ങനെയൊക്കെ തന്നെ പോകേണ്ടേ എന്നാണ്. പക്ഷെ അപ്പാ, അതിനേക്കാൾ അപ്പുറം എന്നോട് ആത്മാവ് ഇടപെടുന്ന കർത്താവേ, അതിനേക്കാൾ അപ്പുറമായി എനിക്ക് പോകാൻ കഴിയുമായിരുന്നിട്ടും ഞാൻ എവിടെയൊക്കെയോ ലിമിറ്റഡ് ആകുന്നു എന്ന് എൻ്റെ ആത്മാവ് എനിക്ക് ബോധ്യം തരുന്ന കർത്താവേ എന്ന് നിങ്ങളുടെ ഉള്ളത്തിൽ നിങ്ങൾക്കൊരു ബോധ്യം ഉണ്ടായിട്ട് നിങ്ങളൊന്ന് ദൈവത്തോട് പറഞ്ഞേ. ഈ ചോദ്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ഈ പ്രസംഗവേളകളിൽ നിങ്ങൾ നിങ്ങളുടെ മനസ്സിനോട്, മനസാക്ഷിയോട് ചോദിച്ചിട്ട് എന്തെങ്കിലും ഒരു ഉത്തരം നിങ്ങളുടെ ധാരണകളെ തിരുത്തിക്കൊണ്ട് അന്തരാത്മാവിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുക, എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവേ, ഞങ്ങളെല്ലാം ശരിയാണെന്നും ഇത് തന്നെയാണ് ക്രിസ്തീയ ജീവിതമെന്നും ഇത് തന്നെയാണ് പ്രാർത്ഥനാ ജീവിതമെന്നും ഇതൊക്കെ തന്നെയാണ് അതിനുള്ള ഫോർമാലിറ്റിയും ഫോർമാറ്റും എന്നൊക്കെ ഞങ്ങൾ കരുതി. പക്ഷെ ആത്മാവേ, നീ തെളിവായി ഞങ്ങളോട് സംസാരിച്ചു, തെളിവായി ഞങ്ങളോട് ഇടപെട്ടു. ഇത് പോരാ കർത്താവേ എന്ന് ഞങ്ങളുടെ ഉള്ളത്തിൽ പറയുന്നു. ഇത് പോരാ ദൈവമേ, ഇതല്ല അതിൻ്റെ രീതി. ഞങ്ങൾക്ക് ഇത്രയും അല്ല ആകാൻ കഴിയുക, ഞങ്ങൾക്ക് ഇത്രയും അല്ല ചെയ്യാൻ കഴിയുക, ഞങ്ങൾക്ക് ഇത്രയും അല്ല പ്രാർത്ഥിക്കാൻ കഴിയുക, ഞങ്ങൾക്ക് ഇത്രയും അല്ല വിശ്വസിക്കാൻ കഴിയുക. ഓ ഷിഹാനബ യേറാമാസിയാന്തേ ലോർഡ് മിയാം ഷേനോ സറാഫ് റിയാം തേലിയോ ഷേതി റിയാം ഷേതുനി റേസ് കോഫിനാം ഷേതുനി ലിയാൽ ഖേദുനെ രാജനാബദേ ഷേധുരമേ രേ ഖുദാദുദേ ലം ഷാധുനാധുരേ ഖരഗദരം ഷധൂരനെ അൽഹുദാദിഹം ദുരാജവേ ശീലമഹസി. കർത്താവേ, നിന്റെ പ്രസൻസ് ഞങ്ങളെ ചുറ്റുന്നു ദൈവമേ. പ്രശ്നങ്ങളല്ല ഞങ്ങളെ ചുറ്റുന്നേ, പ്രതികൂലങ്ങളോ പ്രതിസന്ധികളോ വൈരിയോ ഒന്നുമല്ല ഞങ്ങളെ ചുറ്റുന്നേ, നിന്റെ പ്രസൻസ്. ദൈവമക്കളെ, നിങ്ങളെ ഭരിക്കുന്നതിനെ നിങ്ങൾ ജയിക്കുക, നിങ്ങളെ ഭരിക്കുന്നതിനെ നിങ്ങൾ ജയിക്കുക, നിങ്ങളെ ഭരിക്കുന്നതിനെ നിങ്ങൾ ജയിക്കുക. പരിശുദ്ധാത്മാവല്ലാതെ,
ദൈവത്തിൻ്റെ ആത്മാവല്ലാതെ നിങ്ങളെ ഭരിക്കുന്നതിനെ നിങ്ങൾ ജയിക്കുക. ഷബാരാഖാലബ. വിടുതൽ അവിടെയാ വേണ്ടേ? ആദ്യം വിടുതൽ അവിടെയാ വേണ്ടേ. രണ്ടാമതേ ഉള്ളൂ പിശാചിൻ്റെ പ്രവൃത്തികളെ ജയിക്കുക. ഷധരാബ ഹർഖലാബ ഖന്ഥലാബഖ റൽഖബതലഖ തബറഖശിയാര റസഫുറഖദിയ റംഷധരാബ. ആത്മാവിലൊന്ന് സംസാരിക്കാമോ? സ്പിരിറ്റിലൊന്ന് നിങ്ങൾ സംസാരിച്ച് ഷിഹറബഖിയാന ലാസ്ബെഥിനി വിഹർഥനലിഗവൽഖര റിഖാഥുരബഖശസിയ. ഞാൻ ഈ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അനേക ദുരാത്മാക്കൾ ഇളകി മാറുകയാണ്. അനേക ദുർശക്തികൾ നിങ്ങളെ നിയന്ത്രിക്കുന്ന, നിങ്ങളെ പരാജയത്തിലോട്ട് തള്ളുന്ന, നിങ്ങളെ അസ്വസ്ഥതയിൽ ആഴ്ത്തുന്ന അനേക ദുരാത്മാക്കൾ ഈ സമയം തകർന്നുകൊണ്ടിരിക്കുകയാണ്. സ്വഭാവ ദൂഷ്യങ്ങൾ വിട്ടുമാറുന്നു ചിലരെ. സ്വഭാവ ദൂഷ്യങ്ങൾ വിട്ടുമാറുന്നു ചിലരെ. സ്വഭാവ ദൂഷ്യങ്ങൾ വിട്ടുമാറുന്നു. ആസക്തികൾ 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 അഴിയുന്നു. ആസക്തികൾ വൈകുന്നേരമാകുമ്പോൾ പിടിക്കുന്ന ചില ദുർശക്തികൾ, വൈകുന്നേരമാകുമ്പോൾ പിടിക്കുന്ന ചില ആസക്തികൾ, സ്പിരിറ്റുകൾ ഔട്ട്. യേശുവിന്റെ അധികാരമുള്ള തൃത്വത്തിന്റെ ശക്തി ഇതിനകത്ത് വ്യാപരിക്കുന്നു. തൃത്വത്തിന്റെ ശക്തി, തൃത്വത്തിന്റെ ശക്തി. നിങ്ങളുടെ മക്കളെ അടിമപ്പെടുത്തി വെച്ചിരിക്കുന്ന ചങ്ങലകൾ പൊട്ടാൻ പ്രാർത്ഥിക്കുക. നിങ്ങളുടെ മക്കളുടെ മനസ്സിനെ, മനസാക്ഷിയെ, സ്നേഹത്തെ, വികാരങ്ങളെ, കഴിവുകളെ അടിച്ചമർത്തി വെച്ച് അവരെ ദുഷ്ടതയിലേക്ക് ആഴ്ത്തിക്കളയുന്ന അന്ധകാരത്തിന്റെ ശക്തികൾ, നിനക്ക് സ്പിരിറ്റുമായി പാർട്ടിസിപ്പേഷൻ ഉണ്ടെങ്കിൽ ഈ സമയം അത് പൊട്ടുന്നു. The fire of God. ആദിയും അന്ത്യനുമായോനെ, ജീവനുറവിടമായോനെ, ഞാനോ നിത്യം ജീവിപ്പാൻ സ്വയയാഗമായോനെ, ആദിയും അന്ത്യനുമായോനെ, ജീവനുറവിടമായോനെ, ഞാനോ നിത്യം ജീവിപ്പാൻ സ്വയയാഗമായോനെ. നിനക്ക് സ്പിരിറ്റുമായി പാർട്ടിസിപ്പേഷൻ ഉണ്ടെങ്കിൽ ഇന്ന് വിടുതല, ഈ സെക്കൻഡിൽ വിടുതല, ഈ സെക്കൻഡിൽ പുത്രന്റെ രക്തത്താൽ വിടുതല. നിരാശകളിൽ നിന്ന് പുറത്തു വരിക യേശുവിന്റെ നാമത്തിൽ. നിന്നെ നിരാശയിൽ ആഴ്ത്തുന്ന എല്ലാ പൈശാചിക വ്യാപാരങ്ങളും യേശുവിന്റെ നാമത്തിൽ അഴിയട്ടെ. എല്ലാ ഡിപ്രഷന്റെ അകത്ത് കൊണ്ടിടുന്ന എല്ലാ ദുർശക്തികളും കേട്ടുകൊണ്ടിരിക്കുന്ന ജനത്തിന്മേൽ നിന്ന് അഴിയട്ടെ. എല്ലാ ഭയത്തിനകത്ത് തളച്ചിടുന്ന അശുദ്ധാത്മാക്കളും യേശുവിന്റെ നാമത്തിൽ തകരട്ടെ. ആത്മാവിന്റെ ഭയങ്കര ചലനങ്ങൾ വീടുകൾക്കകത്ത് നടക്കുകയാണ്. ശക്തമേറിയ ദൈവിക ചലനങ്ങൾ ഇതിനകത്ത് നടക്കുന്നു. ചലനങ്ങൾ നടക്കുന്നു. വിശ്വസിക്കുന്നവരുടെ ജീവിതത്തിനകത്ത് ഭയങ്കര ബ്ലെസ്സിംഗ് ആണ്. Power of the God. യോഗോ ഷമാൽഥേഗാസുരി. എന്നോട് കർത്താവ് വ്യക്തമായി എന്നെ കാണിക്കുന്ന ഒരു കാഴ്ച ഇതാണ്. ആരൊക്കെയോ മുട്ടിന്മേൽ നിന്ന് ദൈവത്തോട് കരയുന്നത്, മുട്ടിന്മേൽ നിന്ന് ദൈവത്തോട് കരയുന്നത്, പറ്റിപ്പോയപ്പ, വീണുപോയപ്പ എന്ന് പറഞ്ഞ്
ദൈവസന്നിധിയിൽ അവർ സറണ്ടർ ആകുന്ന കാഴ്ച എന്നെ ദൈവം കാണിക്കുന്നു. വ്യക്തമായി കർത്താവ് എന്നെ കടിക്കും. മുട്ടിന്മേൽ നിന്ന് നിങ്ങൾ കരയുന്ന ഒരു കാഴ്ച എനിക്ക് ആ കുടുംബത്തിനൊക്കെ ദൈവത്തിൽ നിന്ന് കനിവ് വരികയാണ്. ദൈവത്തിൽ നിന്ന് കനിവ് വരികയാണ്, കരുണ ലഭിക്കുകയാണ്. നിന്റെ മുൻ കഴിഞ്ഞ ജീവിതത്തെ കർത്താവ് ഓർക്കത്തുപോലും ഇല്ല. കുടുംബമേ, നിന്റെ മുൻ കഴിഞ്ഞ കാര്യങ്ങളെ കർത്താവിന് ഓർക്കത്തുപോലും ഇല്ല. നിന്റെ കണ്ണുനീരാണ് ദൈവത്തോട് സംസാരിക്കുന്നത്. ദൈവം ഒത്തിരി ഉപയോഗിച്ച വ്യക്തികളാ, ദൈവം ഒത്തിരി ഇടപെട്ട വ്യക്തികളാ. പക്ഷേ കുടുങ്ങിപ്പോയി, പലതിനകത്തും കുടുങ്ങിപ്പോയി. ആത്മാവിലേക്ക് കണക്ട് ആകുക. ആ പാർട്ടിസിപ്പേഷനിലേക്ക് മടങ്ങി വാ. പരിശുദ്ധാത്മാവുമായിട്ടുള്ള പാർട്ടിസിപ്പേഷനിലേക്ക് മടങ്ങി വാ. Salvidudana Zehovi Biathule Mashi Sidera Mahasudane Salvathuni Mastudare Kadure Almiamshi Ralvasi. വിശുദ്ധിയിൽ ഭയങ്കരനായ ദൈവം നിന്റെ വിശുദ്ധി ആഗ്രഹിക്കുന്നു. കളങ്കമില്ലാതെ സ്നേഹിക്കുന്ന ദൈവം നീ കളങ്കമില്ലാത്തവനാകണമെന്ന് ആഗ്രഹിക്കുന്നു. ദൈവമേ, ഞാൻ ഈ കുടുംബത്തെ അങ്ങയുടെ കയ്യിലേക്ക് തരും. ഞങ്ങളെ കാണുന്ന എല്ലാ ദൈവമക്കളെ അങ്ങയുടെ കരങ്ങളിലേക്ക് തരും. പ്രാർത്ഥനയോടും സമർപ്പണത്തോടും ഹൃദയ നുറുക്കത്തോടും ഞങ്ങളെ കാണുന്ന ഒത്തിരി ദൈവമക്കളുണ്ട്. അവരുടെ ജീവിതത്തിൽ അങ്ങാണ് സംസാരിച്ചത്, അങ്ങാണ് ഇടപെട്ടത്. ഇവരെ അനുഗ്രഹിക്കണേ അപ്പാ. ദൈവാത്മാവേ, ഇവരുടെ ജീവിതം ഇന്നു മുതൽ പുതുക്കപ്പെടട്ടെ. ഇന്നു മുതൽ ഒരു പുതിയ ദൈവ സാന്നിധ്യം ഇവർ അനുഭവിക്കട്ടെ. ഇന്നു മുതൽ ഈ കുടുംബം കർത്താവിനായി വേർതിരിക്കപ്പെടട്ടെ. ഇവർ ദൈവശക്തി അനുഭവിക്കട്ടെ. ഇവർ പരിശുദ്ധാത്മാവിൽ നിറയട്ടെ. ഇവർ കർത്താവിന് വേണ്ടി അധികം ഫലം കായ്ക്കട്ടെ. ഞാൻ ഇവരെ അങ്ങയുടെ കയ്യിൽ തരുന്നു. എന്നെയും ഞാൻ പൂർണ്ണമായി ഏൽപ്പിക്കുന്നു. എൻ്റെ കുടുംബത്തെയും സമർപ്പിക്കും. യേശുവിൻ്റെ രക്തം കൊണ്ട് മതിൽ കെട്ടി ഞങ്ങളെ സൂക്ഷിക്കണേ. അധികം പ്രയോജനപ്പെടാൻ, ഫലം കായ്ക്കാൻ താഴ്മയോടെ താഴ്ത്തി ഏൽപ്പിക്കുന്നു. ഞങ്ങളെയും ശുദ്ധീകരിച്ച് കർത്താവെ അധികമായി ദൈവം വളർത്തണമേ. ഞങ്ങളുടെ 2 പ്ലാറ്റ്ഫോമിനെ ഓർത്ത് സ്തോത്രം ചെയ്യും. ഈ 2 പ്ലാറ്റ്ഫോമുകളും കർത്താവിൻ്റെ അഭിഷേകത്താൽ ഒന്ന് നിറയട്ടെ. ഞാൻ എന്നെ കാണുന്ന എല്ലാ വ്യൂവേഴ്സിനോടും ഞങ്ങൾക്ക് വേണ്ടി ഈ 2 പ്ലാറ്റ്ഫോമിന് വേണ്ടി, നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സൂമിലും ആൾക്കാർ ഈ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്നുണ്ട്, യൂട്യൂബിലും അറ്റൻഡ് ചെയ്യുന്നുണ്ട്. എല്ലാവരും ഈ പ്ലാറ്റ്ഫോമിനെ ഓർത്ത്, ഞങ്ങളുടെ സൂം പ്ലാറ്റ്ഫോമും ഞങ്ങളുടെ യൂട്യൂബ് പ്ലാറ്റ്ഫോമും ഓർത്ത് നിങ്ങൾ ഒരു നിമിഷം ദൈവസന്നിധിയിൽ നിങ്ങളുടെ ആത്മാവ് നിങ്ങളുടെ ഉള്ളത്തിലൊരു ബോധ്യം തരുന്നെങ്കിൽ ഒരു നിമിഷം ഞങ്ങളുടെ ഈ ചാനലിനെ ഓർത്തൊന്ന് കൈകൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നോക്കൂ. നിങ്ങൾക്ക് ഇത് അനുഗ്രഹമാകുന്നെങ്കിൽ ഇനി എത്രയോ പേർക്ക് അനുഗ്രഹമാകാനുണ്ട്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഒരു നിമിഷം ഒന്ന് കൈ ഉയർത്തി ഞങ്ങളുടെ ഈ ചാനലിൻ്റെ വളർച്ചയ്ക്ക്, ഈ മിനിസ്ട്രിയുടെ ഒരു ഉയർച്ചയ്ക്ക് നിങ്ങളുടെ കൈ ഒന്ന് വിശ്വാസത്തോടെ ആത്മാർത്ഥതയോടെ ഒന്ന് ഉയർത്തി ഒരു വാക്ക് ദൈവത്തോടൊന്ന് പ്രാർത്ഥിച്ചേ. എല്ലാ പ്രതിബന്ധങ്ങളും തകരട്ടെ. ഇതിൻ്റെ ഉയർച്ചയ്ക്ക്, ഇതിൻ്റെ എസ്റ്റാബ്ലിഷ്മെൻറ്റിന്, ഇതിൻ്റെ നിലനിൽപ്പിന് തടസ്സമായി ആത്മമണ്ഡലത്തിൽ വ്യാപരിക്കുന്ന സകല പ്രതികൂലങ്ങളും, എല്ലാ വൈരിയുടെ ബലവും തകർന്ന്, എല്ലാ പോരാട്ടങ്ങളും തകർന്ന്, തടസ്സങ്ങൾ തകർന്ന് ഒരു ഉയർച്ച ഉണ്ടാകാൻ നിങ്ങളൊന്ന് ആത്മാർത്ഥമായി ഒന്ന് പ്രാർത്ഥിച്ചു. ഒരുപാട് ലിമിറ്റേഷൻസോടെയാണ് ഞങ്ങൾ ഈ ലൈവ് നിങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതെല്ലാം ഒന്ന് മാറി ദൈവത്താൽ ഒരു വിടുതൽ ഇന്ന് സംഭവിക്കാൻ യേശുവിൻ്റെ നാമത്തിൽ എല്ലാ പ്രതിസന്ധികളും ഇപ്പോൾ ഈ പ്ലാറ്റ്ഫോമിൽ നിന്ന് ഞങ്ങൾ യേശുനാമത്തിൽ ബ്രേക്ക് ചെയ്യുന്നു. ഇതിനകത്തുള്ള ഓരോ സന്ദേശങ്ങളെയും ലിമിറ്റ് ചെയ്യുന്ന, അതിൻ്റെ എസ്റ്റാബ്ലിഷ്മെന്റിനെ, അതിൻ്റെ ചലനങ്ങളെ,
കർത്താവെ, ലിമിറ്റ് ചെയ്യുന്ന സകല ദുഷ്ട സ്പിരിറ്റുകളെയും ഇരുട്ടിന്റെ ശക്തികളെയും യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ സഭയായി തകർക്കുന്നു, ജയം കൽപ്പിക്കുന്നു. ഇന്നു മുതൽ ഒരു റിവൈവൽ ഇതിനകത്ത് ഉണ്ടാകട്ടെ യേശുവിന്റെ നാമത്തിൽ. ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാ മഹത്വം അങ്ങേക്ക്. ഈ ജനത്തെ അനുഗ്രഹിച്ചതിനായി സ്തോത്രം. ഇപ്പോൾ രോഗികളായി ഒരു സൗഖ്യത്തിനു വേണ്ടി കരഞ്ഞു പ്രാർത്ഥിക്കുന്നവർ, ദൈവത്തോട് യാചിക്കുന്നവർ, ഇപ്പോൾ യേശു നാമത്തിൽ സൗഖ്യമാകട്ടെ. ദൈവപ്രവൃത്തി ഇവരുടെ ജീവിതത്തിൽ വെളിപ്പെടട്ടെ. എല്ലാ പൈശാചിക തിന്മകളുടെ ആധിപത്യങ്ങളും തകരട്ടെ. മനസ്സമാധാനത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നവർ, സമാധാനം ഉണ്ടാകട്ടെ. കടഭാരത്തിൽ നിന്ന് മോചനം ലഭിക്കാൻ പ്രാർത്ഥിക്കുന്നവർ, അവർക്കിപ്പോൾ ഡെലിവറൻസ് ഉണ്ടാകട്ടെ. ദൈവപ്രവൃത്തിക്കായി സ്തോത്രം. മഹത്വം മുഴുവൻ അങ്ങേക്ക് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.